15th ക്വസ്റ്റ്യൻ. ഏകദേശം പാതി വഴിയിൽ എത്തിയിട്ടുണ്ട് നമ്മൾ. 30 ക്വസ്റ്റ്യനാണ്, 15 എണ്ണത്തിലേക്ക് എത്തിയിട്ടുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് ട്രൂ അബൌട്ട് എ കാറ്റലിസ്റ്റ്? വീണ്ടും കെമിക്കൽ കൈനറ്റിക്സിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ പേജ് മറിക്കണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം അല്ലേ? എന്താ കാറ്റലിസ്റ്റ്? കാറ്റലിസ്റ്റ് ആർ ദ ഫോറിൻ ബോഡി അല്ലേ? അങ്ങനെയൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടാവും. ദാറ്റ് ഓൾട്ടർ ദ സ്പീഡ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ. ഐദർ ഇറ്റ് ക്യാൻ ഇൻക്രീസ് ഓർ ഡിക്രീസ് ദ സ്പീഡ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ. രണ്ടും ഉണ്ട് കേട്ടോ, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് കാറ്റലിസ്റ്റ്. എനിവേ നമ്മളെപ്പോഴും കൂടുതലും കണ്ടിരിക്കുന്നത് പോസിറ്റീവ് കാറ്റലിസ്റ്റ് ആയിരിക്കും, സ്പീഡ് അപ്പ് ദ റിയാക്ഷൻ ആണ്. വോട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങൾ അങ്ങനെ പഠിച്ചാൽ അങ്ങനെ ഇരുന്നോട്ടെ, മറ്റേതും ഉണ്ട് എന്നൊന്ന് ഓർത്ത് വെച്ചാൽ മതി. പിന്നെ നമ്മൾ ഈ കൈനറ്റിക്സിനകത്ത് കാറ്റലിസ്റ്റിൻ്റെ ഒരു പടമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വരച്ചില്ലേ, ആക്ടിവേഷൻ എനർജി പ്ലോട്ടഡ് അഗെയിൻസ്റ്റ് എന്താണ് റിയാക്ഷൻ കോർഡിനേറ്റ് ഒക്കെ വെച്ചിട്ടില്ലേ, എനർജി പൊട്ടൻഷ്യൽ എനർജി പ്ലോട്ടഡ് അഗെയിൻസ്റ്റ് റിയാക്ഷൻ കോർഡിനേറ്റ് ഒക്കെ വെച്ചിട്ട് ഒരു പടമൊക്കെ ഇങ്ങനെ വരച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഒന്നിങ്ങനെ അൺകെറ്റലൈസ്ഡ് റിയാക്ഷനും പിന്നെ ഡോട്ട് ലൈൻസ് ഒക്കെ അതേ കൂടി ഇങ്ങനെ അടി കൂടി ഇട്ടിട്ട് കെറ്റലൈസ്ഡ് റിയാക്ഷനൊക്കെ പഠിച്ചിട്ടില്ലേ ഇല്ലേ? അവിടുത്തെ 2-3 സെൻറ്റൻസ് ഉണ്ട്, ശരിക്കും വായിച്ചോ എന്തോ. ഏതായാലും ഇതൊന്ന് വായിച്ചിട്ട് പോകും. അപ്പോൾ നമുക്ക് അപ്പുറത്ത് ഞാൻ കാണിച്ചു തരാം, ഞാൻ ടെക്സ്റ്റിൽ കാണിച്ചു തരാൻ, പേടിക്കണ്ട. സോ ഈ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് ട്രൂ എന്നാണ് ചോദ്യം. ട്രൂ അല്ലാത്തതാണ്. ഇറ്റ് കെറ്റലൈസസ് എ സ്പോണ്ടേനിയസ് റിയാക്ഷൻ ആണോ? സംശയം ഉണ്ടോ? എ സ്മോൾ എമൗണ്ട് ഓഫ് കാറ്റലിസ്റ്റ് ക്യാൻ കെറ്റലൈസ് എ ലാർജ് എമൗണ്ട് ഓഫ് റിയാക്റ്റൻ. അതെല്ലാവർക്കും ഓക്കെ ആയിരിക്കും. ആദ്യത്തെ ചിലപ്പം ഒരു സംശയം വന്നിട്ടുണ്ടാവും, പക്ഷേ രണ്ടാമത്തെ ഓക്കെയാണ്. റിയാക്റ്റൻറ്റിനെക്കാട്ടിലും കൂടുതൽ കാറ്റലിസ്റ്റ് കോരിയിട്ടാൽ പിന്നെ കാറ്റലിസ്റ്റിൻ്റെ റോൾ എന്താണ് മക്കളെ? കുറച്ച് പോരെ അല്ലേ? കാറ്റലിസ്റ്റ് വളരെ ചെറിയ ക്വാണ്ടിറ്റി മതി. അതായത് നമ്മുടെ ഒരു മാങ്ങയുടെ കൂടെക്കകത്ത് 100 മാങ്ങയുണ്ട്, അതിൽ ഒരെണ്ണം എന്താണ് ഈ കേടുവന്ന മാങ്ങയാണെന്ന് വിചാരിക്കുക. ഇവൻ എന്താവും, കുറച്ച് നാൾ അതിലിരുന്ന മറ്റതിനെ കൂടെ കേടാക്കും അല്ലേ? ഓക്കെ, അപ്പം അതുകൊണ്ട് നല്ല ഫ്രണ്ട്സുമായിട്ട് കൂട്ടുകൂടണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. കാരണം നമ്മുടെ വൈബിന് ചേർന്ന് പോകുന്നവരുണ്ടാവുമല്ലോ അല്ലേ? അപ്പം നല്ല മിടുക്കന്മാരും മിടുക്കികളായിട്ട് പഠിച്ചു വരിക. ഓക്കെ, ദെൻ അപ്പോൾ ഇത് നിങ്ങൾക്ക് ഓക്കെ ആയിരിക്കും. കാരണം ഇതിൽ ബയോളജി പഠിക്കുന്നവരൊക്കെ ഉണ്ട്, അവർക്ക് ഇത് എവിടെയെങ്കിലുമൊക്കെ കേട്ട് പരിചയം ഉണ്ടാവണം. ഇറ്റ് ഡസ് നോട്ട് ഓൾട്ടർ ദ ഗിബ്സ് എനർജി ഓഫ് ദ റിയാക്ഷൻ. ചിലപ്പോൾ ഒരു സംശയം വരും, നിൽക്കട്ടെ. ഇറ്റ് കെറ്റലൈസസ് ദ നോൺ സ്പോണ്ടേനിയസ് റിയാക്ഷൻ. ദൈവമേ, ഇനിയിപ്പോൾ ഇതിൽ 1ഉം 4ഉം എയും ഡിയും. ഇറ്റ് ഡസ് നോട്ട് ചേഞ്ച് ദ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഓഫ് ദ റിയാക്ഷൻ. ആകെ പ്രശ്നമില്ലാതെ പോയത് ബി ഓപ്ഷനാണ്, ഓക്കെ ആണ്. ഇനി മറ്റേതിലൊക്കെ ഒരു സംശയം ഉണ്ടെങ്കിൽ നമുക്കൊന്ന് നോക്കാം, എന്താണേലും ഒന്ന് റെഫർ ചെയ്യാം അല്ലേ? സോ വി ക്യാൻ റെഫർ NCERT തന്നിട്ടുണ്ടല്ലോ, നോക്കാം. നോക്കിയ മക്കളെ, ഇഫക്റ്റ് ഓഫ് കാറ്റലിസ്റ്റ്. എ സ്മോൾ എമൗണ്ട് ഓഫ് കാറ്റലിസ്റ്റ് ക്യാൻ കെറ്റലൈസ് എ ലാർജ് എമൗണ്ട് ഓഫ് റിയാക്ഷൻ. സോ ദ സെക്കൻഡ് ഓപ്ഷൻ ഈസ് എന്താണ്? ആൻസർ അല്ല, ആണോ? ഇത് ഒഴിവാക്കാം, ശരിയല്ലേ? ഇനി രണ്ടാമത്തേത് എന്താണ്? എ കാറ്റലിസ്റ്റ് ഡസ് നോട്ട് ഓൾട്ടർ ഗിബ്സ് എനർജി. നോക്കൂ, ഏതാണ് ഓപ്ഷൻ? തേർഡ് ഓപ്ഷൻ ഒഴിവാക്കാം. ഇറ്റ് ഡസ് നോട്ട് ഓൾട്ടർ ദ ഗിബ്സ് എനർജി ഓഫ് റിയാക്ഷൻ. അപ്പൊ ആൻസർ ബിയും അല്ല സിയും അല്ല. അടുത്ത നോക്കിക്കേ, ഇറ്റ് കെറ്റലൈസസ് ദ സ്പോണ്ടേനിയസ് റിയാക്ഷൻ ബട്ട് ഡസ് നോട്ട് കെറ്റലൈസ് എ നോൺ സ്പോണ്ടേനിയസ് റിയാക്ഷൻ. യെസ്, ആൻസറിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ എന്താണ്? ഇറ്റ് കെറ്റലൈസസ് എ സ്പോണ്ടേനിയസ് റിയാക്ഷൻ. ABC കറക്റ്റ് ആണ്. ഇറ്റ് കെറ്റലൈസ് എ നോൺ സ്പോണ്ടേനിയസ് റിയാക്ഷൻ പറ്റുമോ? ഡസ് നോട്ട് എന്നാണ് അവരവിടെ എഴുതിയിരിക്കുന്നത്, കണ്ടോ? എന്താണ്? ഇറ്റ് ഡസ് നോട്ട് കെറ്റലൈസ് എ നോൺ സ്പോണ്ടേനിയസ് റിയാക്ഷൻ. സോ ദ answers are from NCERT textbooks, the same sentences, right? So ഞാൻ മാർക്ക് ചെയ്യട്ടെ, മറ്റേതൂടെ നോക്കാം, എന്നിട്ട് നമുക്ക് എന്താണ്? ഇറ്റ് കെറ്റലൈസസ് എ നോൺ സ്പോണ്ടേനിയസ് റിയാക്ഷൻ. നോട്ട് ദ ആൻസർ അല്ലേ? നോട്ട് ട്രൂ അബൌട്ട് ദ കാറ്റലിസ്റ്റ്. അപ്പോൾ ഇത് തെറ്റാണ് അല്ലയോ? ഇറ്റ് കെറ്റലൈസസ് എ നോൺ സ്പോണ്ടേനിയസ് റിയാക്ഷൻ പറ്റുമോ? ഇല്ല, സ്പോണ്ടേനിയസിൽ മാത്രമേ കാറ്റലിസ്റ്റ് വർക്ക് ചെയ്യുള്ളൂ. വർക്ക് ചെയ്യാത്ത സ്ഥലത്ത് കാറ്റലിസ്റ്റ് ഇട്ടിട്ട് നിങ്ങൾ അതിൻ്റെ പുറത്ത് കാവൽ നിന്നിട്ട് വല്ല കാര്യമുണ്ടോ? എങ്ങനെയെങ്കിലും സ്പോണ്ടേനിയസ് ആക്കാൻ നോക്കണം, എന്നിട്ട് വേണം കാറ്റലിസ്റ്റ് ഇട്ട് കൊടുക്കാൻ അല്ലേ? അല്ലാതെ കാറ്റലിസ്റ്റ് അവിടെ പോയി നിന്നിട്ട് അയ്യോ വായോ നടക്കാന്നൊക്കെ പറഞ്ഞ് വിളിച്ചാൽ റിയാക്ഷൻ ഒന്നും നടക്കില്ല കേട്ടോ. ദെൻ ഇറ്റ് ഡസ് നോട്ട് ചേഞ്ച് ദി ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഓഫ് ദ റിയാക്ഷൻ. ഒന്ന് നോക്കാം ശരിയാണോ എന്നുള്ളത്. ഓക്കെ, അതിൻ്റെ തൊട്ടടുത്ത സെന്റൻസ് ഉണ്ടോ? ഇറ്റ് ഓൾസോ ഫൗണ്ട് ദാറ്റ് എ കാറ്റലിസ്റ്റ് ഡസ് നോട്ട് ചേഞ്ച് ദ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഓഫ് ദ റിയാക്ഷൻ. റാദർ ഇറ്റ് ഹെൽപ്സ് എന്താണ്? അച്ചീവിങ് ദ ഇക്വിലിബ്രിയം അറ്റ് ദ ഏർലിയസ്റ്റ്. ഇക്വിലിബ്രിയം വേഗത്തിലാകാൻ അത് ഹെൽപ്പ് ചെയ്യുള്ളൂ, അല്ലാതെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിനെ അത് എന്ത് ചെയ്യില്ല? ഓൾട്ടർ ചെയ്യില്ല. ഓക്കെ, കിട്ടിയോ? ടെക്സ്റ്റിനകത്ത് 3.41 ഇഫക്റ്റ് ഓഫ് കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞ ഭാഗത്ത്. ഓക്കെ ആണോ? ഓക്കെ, ക്ലിയർ? ആൻസർ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ?
So the answer is option D. It catalyzes a non-spontaneous reaction. So അടുത്തതിലേക്ക് പോട്ടെ. Question number 16. ഇത് നമ്മുടെ അതന്നെ D&F block elements. Okay. The most common oxidation states of chromium are D&F block elements. കുഞ്ഞി ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് അല്ലേ? റെഫറൻസ് പോലും ഇല്ലാതെ ആൻസർ ചെയ്യാം. പക്ഷെ ഞാൻ നിങ്ങൾക്ക് തന്ന വാക്ക് പാലിച്ചിരിക്കും. NCERT കാണിച്ച് പഠിപ്പിക്കാവുന്നില്ലേ ഞാൻ പറഞ്ഞിരുന്നത്, അത് ഞാൻ ചെയ്തിരിക്കും. അപ്പോൾ നിങ്ങൾ അറിയുന്നവർ മാർക്ക് ചെയ്തോ മക്കളെ? കിട്ടിയില്ല ആൻസർ? ഞാൻ നിങ്ങളെ ടെക്സ്റ്റ് ബുക്ക് വെച്ച് കാണിച്ചു തരട്ടെ. D&F ബ്ലോക്ക് എടുത്തോ? നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു മിനിറ്റൊക്കെ ലാഗ് അടിക്കുന്നത്. ഓക്കെ, D&F ബ്ലോക്ക് എടുത്തോ? എടാ ടേബിൾ നമ്പർ 4.3 എടുത്തേടാ. നോക്കിക്കേ, എല്ലാ എലമെൻറ്റും, അതായത് നമ്മുടെ 3D സീരീസ് ഓഫ് എലമെൻറ്റ്സ് അവിടെ തന്നിട്ടുണ്ട്. 3D സീരീസ് ഓഫ് എലമെൻറ്റ്സിനകത്ത് ബോൾഡ് ലെറ്ററിൽ തന്നിരിക്കുന്നത് അവരുടെ സ്റ്റേബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉണ്ട്. ദ മോസ്റ്റ് കോമൺ വൺസ് ആർ ഇൻ ബോൾഡ് ടൈപ്പ്. സ്റ്റേബിളും ആണിത്. നോക്കടാ, ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ഫസ്റ്റ് റോ ട്രാൻസിഷൻ സീരീസ്, അതായത് 3D സീരീസിലല്ലേ ഡിയുടെ ഫസ്റ്റ് വരുന്നത്. ഓക്കെ, അവരുടെ മോസ്റ്റ് കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ബോൾഡ് ലെറ്ററിൽ തന്നിട്ടുണ്ടോ? ബോൾഡ് ആക്കിയിട്ട്. നമ്മളോട് ചോദിച്ചത് ആരാടാ കുഞ്ഞുങ്ങളെ? നമ്മളോട് ചോദിച്ചത് ക്രോമിയം അല്ലേ? ക്രോമിയം ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇതല്ലേ ക്രോമിയം? ബോൾഡിൽ ഏതാ തന്നിരിക്കുന്നത്? +3ഉം +6ഉം ആണോ? നിങ്ങൾക്ക് കിട്ടിയെന്ന് എനിക്കറിയാം. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി, +3 ആൻഡ് +6. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? ക്ലിയർ? ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തതിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ സെയിം D&F ബ്ലോക്കിനകത്തും തന്നെയാണ്. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ അബൌട്ട് പൊട്ടാഷ്യം പെർമാംഗനേറ്റ്? കുറേ ആൾക്കാർ പ്രാക്ടിക്കൽ വരെയും ചെയ്തിട്ടിരിക്കുന്നതാണ്. പൊട്ടാഷ്യം പെർമാംഗനേറ്റ് അഗെയിൻസ്റ്റ് ഓക്സാലിക് ആസിഡും മോർ സോൾട്ടൊക്കെ ചെയ്തില്ലേ? കളറൊക്കെ കണ്ടില്ലേ നിങ്ങൾ അല്ലേ? അതായത് സാമ്പിൾ സോളിഡ് ആണെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. സോളിഡ് സാമ്പിൾ നല്ല പർപ്പിൾ, ഡീപ്പ് പർപ്പിൾ കളറായിരിക്കും, കറുത്ത പോലെ ഇരിക്കും. ഇത്തിരി വെള്ളത്തിലേക്ക് ഇട്ടാൽ നല്ല പർപ്പിൾ കളറാണ്. വെള്ളം കൂടുന്തോറും നിങ്ങൾക്ക് അത് പിങ്ക് ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ, ഒരു ആൻറ്റിസെപ്റ്റിക് ഒക്കെയാണ് പൊട്ടാഷ്യം പെർമാംഗനേറ്റ് കേട്ടോ. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ അബൌട്ട് പൊട്ടാഷ്യം പെർമാംഗനേറ്റ്? ടെക്സ്റ്റ് ബുക്കിലെ D&F ബ്ലോക്കിനകത്തെ പൊട്ടാഷ്യം പെർമാംഗനേറ്റ് എന്ന് പറഞ്ഞ ഭാഗം ഒന്ന് എടുക്കുമോ? ഏതായാലും ആ ചാപ്റ്റർ തുറന്നു വെച്ചിരിക്കുമല്ലേ, കുറച്ച് മുന്നോട്ട് മറിക്കടാ. അപ്പോൾ നമ്മുടെ F ബ്ലോക്ക് എലമെൻറ്റിന് തൊട്ട് മുമ്പ് 2 ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ട് തന്നിട്ടുണ്ട്. ഇൻഡസ്ട്രിയലി ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ട് പൊട്ടാഷ്യം ഡൈക്രോമേറ്റും പൊട്ടാഷ്യം പെർമാംഗനേറ്റും തന്നിട്ടില്ലേ? അല്ല, പൊട്ടാഷ്യം പെർമാംഗനേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞു ഹെഡിങ് കാണും. എടുക്കുമോ? എടുത്തില്ലേ? എന്നിട്ട് ഞാൻ കാണിക്കട്ടെ. ഇതാ പൊട്ടാഷ്യം പെർമാംഗനേറ്റ് ഹെഡിങ് ഉണ്ടോ? ഇനി ഞാൻ പൊട്ടാഷ്യം പെർമാംഗനേറ്റിൻ്റെ ഹെഡിങ്ങിനകത്തുനിന്ന് എനിക്ക് വേണ്ട പോയിന്റ്സ് ഒക്കെ കട്ട് ചെയ്ത് ചേർത്ത് വെച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങളെ കാണിച്ചില്ല. അവിടെ നിങ്ങൾ അതിൻ്റെ തൊട്ട് താഴത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയാൽ മക്കളെ, പൊട്ടാഷ്യം പെർമാംഗനേറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ ദ ഫ്യൂഷൻ ഓഫ് മാംഗനീസ് ഡയോക്സൈഡ്, ദാറ്റ് ഈസ് പൈറോലൂസൈറ്റ് എന്നാണ് ഇതിനെ വിളിക്കുക. MnO2 അല്ലേ? MnO2 നിങ്ങൾ വേറെയും കണ്ടിട്ടുണ്ട്. നമ്മുടെ ലെക്ലാഞ്ചേ സെൽ അല്ലെങ്കിൽ ഡ്രൈ സെല്ലിനകത്ത് ഉപയോഗിക്കുന്നതാണ് MnO2 അല്ലയോ? വലിയ ടീമാ. ഓക്കെ, പൊട്ടാഷ്യം പെർമാംഗനേറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ ദ ഫ്യൂഷൻ ഓഫ് മാംഗനീസ് ഡയോക്സൈഡ് ആണല്ലോ. അപ്പോൾ നമുക്കിതൊന്ന് വരച്ചു വെച്ചാലോ? പ്രിപ്പയർഡ് ബൈ ദ ഫ്യൂഷൻ ഓഫ് മാംഗനീസ് ഡയോക്സൈഡ് വിത്ത് ആൽക്കലി മെറ്റൽ ഹൈഡ്രോക്സൈഡ് ആൻഡ് ഓക്സിഡൈസിങ് ഏജന്റ് ലൈക്ക് KNO3. ഇതാ MnO2നകത്തോട്ട് KOH സ്ട്രോങ്ലി ഓപ്പൺ എയറിൽ ഹീറ്റ് ചെയ്യുക. സോ ഇറ്റ് ബിക്കം പൊട്ടാഷ്യം മാംഗനേറ്റ്, K2MnO4. നിങ്ങൾക്കറിയാം, ഒരു ഗ്രീൻ സൊല്യൂഷൻ വരും അല്ലേ? എന്നിട്ട് അതിനകത്ത് എന്ത് ചെയ്യണം? അതിനെ ഒന്ന് അസിഡിഫൈ ചെയ്യണം. അസിഡിഫൈഡ് വിത്ത് ഡൈല്യൂട്ട് ആസിഡ് ആണ്. സോ HCl പോലെയുള്ള സൊല്യൂഷൻ അതിനകത്തേക്ക് പാസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എന്ത് വരുന്നുണ്ട്? ഇറ്റ് ഡിസ്പ്രപ്പോർഷനേറ്റ് ഇൻ എ ന്യൂട്രൽ ഓർ അസിഡിക് സൊല്യൂഷൻ ഗിവ് പെർമാംഗനേറ്റ്. ആ ഗ്രീൻ സൊല്യൂഷൻ എന്തായിട്ട് മാറും? പർപ്പിൾ കളറായിട്ട് മാറുക ചെയ്യുന്നത്. കണ്ടോ? ഇതാണ് നമ്മുടെ റിയാക്ഷൻ. സോ ദ റിയാക്ഷൻ ഈസ് ഗിവൺ ഇൻ NCERT. അപ്പോൾ ഒന്ന് മറിച്ചപ്പുറത്തെ സൈഡിൽ നോക്കിയാലോ? വല്ലതും തന്നിട്ടുണ്ടോ എന്ന് നോക്കി. എന്തൊക്കെ പോയിന്റ്സ് അവിടെ തന്നിരിക്കുന്നത്? ഇറ്റ് ഈസ് ഐസോസ്ട്രക്ചറൽ വിത്ത് KClO3. ഇറ്റ് ഈസ് പാരാമാഗ്നറ്റിക് ഇൻ നേച്ചർ. ഇറ്റ് ഓക്സിഡൈസസ് ഓക്സലേറ്റ് ടു കാർബൺ മോണോക്സൈഡ്. ദ സ്ട്രക്ചർ ഓഫ് പെർമാംഗനേറ്റ് അയോൺ ഈസ് സ്ക്വയർ പ്ലാനാർ. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ. കണ്ടോ? നമ്മളോട് ചോദിച്ചെന്താണ്? ട്രൂ അബൌട്ട് പൊട്ടാഷ്യം പെർമാംഗനേറ്റ് ആണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇത് ട്രൂ ആണ്. മറ്റേത് ഫോൾസ് ആണോ എന്നൊന്ന് ചെക്ക് ചെയ്യണ്ടേ? ചെക്ക് ചെയ്യണ്ടേ? ദിസ് ഈസ് ട്രൂ കേട്ടോ, ഇത് ട്രൂ ആണ്. ഇനി ബാക്കിയുള്ളവരെ ഒന്നും കൂടിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്താലോ?
അടുത്ത പോയിന്റ്സ് നോക്കി. പൊട്ടാഷ്യം പെർമാഗ്നേറ്റ് ഫോംസ് ഡാർക്ക് പർപ്പിൾ ഓൾമോസ്റ്റ് ബ്ലാക്ക് ക്രിസ്റ്റൽസ് വിച്ച് ആർ isostructural with the KClO4. What is given there? Question at എന്താ തന്നിരിക്കുന്നത്? KClO3. അപ്പോൾ തെറ്റല്ലേ? So it is isostructural with the KClO4. ClO4 മൈനസും MnO4 മൈനസും എന്താണ്? Isostructural ആണ്. മറ്റേ K പാർട്ട് പോകുമല്ലോ. MnO4 minus and ClO4 minus are isostructural. Then what about the second sentence? Then the manganate and permanganate ions are tetrahedral. അങ്ങനെ കണ്ട പോലെ എനിക്കൊരു തോന്നൽ വന്നിട്ടുണ്ട്. എന്താണ്? ഇറ്റ് ഈസ് ദ സ്ട്രക്ചർ ഓഫ് പെർമാഗ്നേറ്റ് അയോൺ ഈസ് സ്ക്വയർ പ്ലാനാർ. തെറ്റല്ലേ? ഇറ്റ്സ് ടെട്രാഹിഡ്രൽ ആണോ? ടെട്രാഹിഡ്രൽ. അപ്പൊ അതും തെറ്റാണ്. ഇനി നമുക്ക് ഒരെണ്ണവും കൂടെ ഒന്ന് വെരിഫൈ ചെയ്താൽ മതി അല്ലേ? ഓക്കെ, ഇനി എന്താ വേണ്ടത്? ടെട്രാഹിഡ്രൽ ആണെന്ന് മനസ്സിലായി. ഓക്കെ, ടെട്രാഹിഡ്രൽ ആണ്. ഇനി ഇങ്ങോട്ട് വായിച്ച് വരുമ്പോഴത്തേക്കും എന്താണ്? ദ ഗ്രീൻ മാംഗനേറ്റ് MnO4 2 minus is paramagnetic because of unpaired electron, but the permanganate is diamagnetic due to the absence of unpaired electron. Okay, നോക്കാം. എന്താ എഴുതിയിരിക്കുന്നത്? പാരാമാഗ്നറ്റിക് എന്നല്ലേ എഴുതിയിരിക്കുന്നത്? തെറ്റല്ലേ? ഇറ്റ് ഈസ് ഡയാമാഗ്നറ്റിക് ആണോ? ബിക്കോസ് ഓഫ് ദ ആബ്സെൻസ് ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ്. ഉണ്ടോ? ഡയാമാഗ്നറ്റിക്. അപ്പൊ 1 തെറ്റാണ്. KClO4 വരണം. ഡയാമാഗ്നറ്റിക് ആണ്. തേർഡ്, ഇറ്റ് ഓക്സിഡൈസസ് ഓക്സലേറ്റ് ടു കാർബൺ മോണോക്സൈഡ് ആണോ? നോക്കിയേക്കാം. സോ ആ ഭാഗത്തുനിന്ന് ഞാൻ കളക്ട് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ് വരിക കേട്ടോ. നോക്കിക്കേ. അസിഡിഫൈഡ് പെർമാഗ്നേറ്റ് സൊല്യൂഷൻ ഓക്സിഡൈസസ് ഓക്സലേറ്റ് ടു കാർബൺ ഡയോക്സൈഡ്. ഉണ്ടോ? കാർബൺ ഡയോക്സൈഡ്. അപ്പൊ ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത്? കാർബൺ മോണോക്സൈഡ്. തെറ്റല്ലേ? കാർബൺ ഡയോക്സൈഡ്. സോ കറക്റ്റ് ആൻസർ ഏത് മാത്രമേ ഉള്ളൂ? ഓപ്ഷൻ ഇ, ലാസ്റ്റ് ഓപ്ഷൻ ആണ്. ഇവിടെ 5 ഓപ്ഷൻ ഉള്ളതുകൊണ്ട് നിങ്ങളിങ്ങനെ വായിച്ചു വരണം. ഓക്കെ, ഇനി ഞാൻ ആ പൊട്ടാഷ്യം പെർമാഗ്നേറ്റും ഓക്സാലിക് ആസിഡും കൂടെ ഉള്ള റിയാക്ഷൻ ഒന്ന് എഴുതി കാണിച്ചു തരാം. MnO4 മൈനസ് പ്ലസ് C2O4 2 മൈനസ്. അസിഡിക് മീഡിയത്തിലല്ലേ റിയാക്ഷൻ നടക്കുക അല്ലേ? സോ Mn2 പ്ലസ് പ്ലസ് 2CO2. നിങ്ങളിത് ബാലൻസ് ചെയ്യാനൊക്കെ പഠിച്ചിട്ടുണ്ടാവണം അല്ലേ? ഇതാണ് ഇവിടെ നടക്കുന്ന റിയാക്ഷൻ കേട്ടോ. പൊട്ടാഷ്യം പെർമാഗ്നേറ്റും ഒക്സാലിക് ആസിഡും കൂടെ റിയാക്ട് ചെയ്യുമ്പം എന്താണ്? പിങ്ക് കളർ ഡീകളറൈസസ് ആണ്. Mn2 പ്ലസ്. ഞാനിവിടെ 2 കാർബൺ ഉള്ളതുകൊണ്ട് അപ്പുറത്ത് എഴുതിയിരിക്കുന്ന 2 CO2 കേട്ടോ. എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നിങ്ങളിത് ബാലൻസിങ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ അതൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ഇത് അസിഡിക് മീഡിയത്തിലെ ചേഞ്ച് ആണ് അല്ലേ? മോണോക്സൈഡ് അല്ല, ഡയോക്സൈഡ് ആണ്. ഓക്കെ, നിങ്ങൾ പ്രാക്ടിക്കലി ചെയ്തവർ കണ്ടിട്ടുണ്ടാവണം ഡീകളറൈസേഷൻ അല്ലെ? എന്നിട്ട് നിങ്ങൾ വോളുമെട്രിക് അനാലിസിസിനകത്ത് ചെയ്തതല്ലേ? M1V1 ഈസ് ഈക്വൽ ടു M2V2 അല്ലെങ്കിൽ ചിലർ നോർമാലിറ്റിയിലായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. N1V1 ഈസ് ഈക്വൽ ടു N2V2. ഓക്കെ ആണോ? ക്ലിയർ? ക്വസ്റ്റ്യൻ നമ്പർ 17 ഓക്കെ അല്ലേ? കണ്ടില്ലേ ടെക്സ്റ്റിനകത്ത്? ഓക്കെ, അടുത്തതിലേക്ക് പോയാലോ? വായോ, വേഗം വാ, പെട്ടെന്ന് പഠിക്കണ്ടേ? വേഗം. കുറേ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചെയ്യണം. ഓക്കെ, നിങ്ങൾ കുറേ വർഷത്തെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചെയ്യുമ്പം എക്സ്പേർട്ട് ആവൂടാ. ഡോണ്ട് വറി. അപ്പം എല്ലാ ഭാഗത്തൂടെയും നമ്മൾ ടച്ച് ചെയ്ത് പോവും. പോരെ? അത് മതി. ക്വസ്റ്റ്യൻ നമ്പർ 18. ക്വസ്റ്റ്യൻ ഈസ് ഓൾസോ ഫ്രം DNF ബ്ലോക്ക് എലമെന്റ്സ്. ഇത് 3ാമത്തെ ക്വസ്റ്റ്യൻ ആ DNFലെ. കണ്ടോ? പക്ഷെ ഉള്ളതൊക്കെ ചെറിയ ക്വസ്റ്റ്യൻ ആണ്. ദ ടൈപ്പ് ഓഫ് സൾഫൈഡ് ഫോംഡ് ഫ്രം ലാന്തനോയിഡ്സ് ഈസ്. ആദ്യം നിങ്ങൾ നോക്കി കണ്ടുപിടിക്കും, എന്നിട്ട് ഞാൻ ടെക്സ്റ്റ് എന്ന് കാണിച്ചു തരാം. ടെക്സ്റ്റ് നോക്കി കണ്ടുപിടിച്ചു, ഒരു കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ ആ ഭാഗം ഒന്ന് കാണുമല്ലോ അല്ലേ? ദ ടൈപ്പ് ഓഫ് സൾഫൈഡ് ഫോംഡ് ബൈ ലാന്തനോയിഡ് ഈസ്. ഓക്കെ, കിട്ടിയോ? കാണിച്ചു തരട്ടെ. ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞൊരു ഹെഡിങ്ങിൻ്റെ അടിയിൽ കുറേ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് കുറച്ചിങ്ങോട്ട് വരുമ്പം ഇങ്ങനെ ഒരു ഫിഗർ കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? കാണാൻ വഴിയുണ്ട്. കണ്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ എന്താ ചെയ്യുക? 2 അടി വെച്ച് തരണം അല്ലേ? എല്ലാവരും കണ്ടിട്ടുള്ളതാണ്. ഫിഗർ നമ്പർ 4.7 കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് ലാന്തനോയിഡ്സ്. പറഞ്ഞേടാ, ദേ കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് ലാന്തനോയിഡ്സിനകത്ത് നിങ്ങൾ കണ്ടതാണ്. ഹീറ്റഡ് വിത്ത് സൾഫർ എന്താ പ്രൊഡക്റ്റ് ഉണ്ടായിരിക്കുന്നത്? Ln2S3 അല്ലേ? സോ ഇറ്റ് റിയാക്ട്സ് വിത്ത് സൾഫർ. ദ പ്രൊഡക്റ്റ് ഒബ്റ്റെയിൻഡ് ഈസ് Ln2S3. നമുക്ക് ആൻസർ കൊടുത്താലോ? ഓപ്ഷൻ ഡി. ദ ടൈപ്പ് ഓഫ് സൾഫൈഡ് ഫോംഡ് ബൈ ദ ലാന്തനോയിഡ് ഈസ് Ln2S3.
കുഞ്ഞി ക്വസ്റ്റ്യൻ അല്ലേ, ഇതിനകത്തൊന്നും ആലോചിക്കാനൊന്നും ഇല്ലടാ മക്കളെ. നമുക്ക് അറിയുമെങ്കിൽ ജസ്റ്റ് അങ്ങോട്ട് കൊടുക്കുക, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 19 ചെയ്താലോ. സോ ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട് മാംഗനീസ് ഹാസ് +7 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഈ ഓക്സിഡേഷൻ നമ്പർ കാൽക്കുലേഷനൊക്കെ നിങ്ങൾ ഏത് ചാപ്റ്ററിലാണ് പഠിച്ചത്? റിഡോക്സ് റിയാക്ഷൻസിനകത്തല്ലേ പഠിച്ചത് അല്ലേ? അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ലെഫ്റ്റ് സൈഡ് ഞാൻ വെച്ചിരുന്ന ചാപ്റ്ററിൻ്റെ പേരെന്താണ്? D&F ബ്ലോക്ക് എലമെന്റ്സ് എന്നാണ്. മക്കളെ ഇതിലെ ഒരു കോമ്പൗണ്ടാണ് ആൻസർ അല്ലേ? എന്തായാലും ഏതിൽ പറഞ്ഞ ആൻസർ വരുള്ളൂ. ആ ആൻസർ തന്നിരിക്കുന്ന കോമ്പൗണ്ട് നമ്മുടെ D&F ബ്ലോക്കിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കാണിച്ചു തരാൻ വിചാരിച്ചിട്ടാണ് ഞാനിവിടെ D&F ബ്ലോക്ക് എന്ന് എഴുതിയിരിക്കുന്നത്. ആക്ച്വലി ദിസ് ക്വസ്റ്റ്യൻ ബിലോങ്സ് ടു റിഡോക്സ് റിയാക്ഷൻ. സോ നമ്മൾ പഠിച്ച അതേ റൂൾ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കുക. സോ ഫൈൻഡ് ഔട്ട് ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് മാംഗനീസ് ഇൻ ഈച്ച് ആൻഡ് എവറി കോമ്പൗണ്ട്. ഫൈനലി യു വിൽ ഗെറ്റ് ദ ആൻസർ. ഓക്കെ, നമുക്കൊന്ന് നോക്കിയാലോ. സോ ഇവിടെ ഓക്സിജൻ -2, ഫ്ലൂറിൻ -1. സോ മാംഗനീസ് ഇൻ +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഇവിടെ ഫ്ലൂറിൻ -1, ഓക്സിജൻ -2, സോ +5 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഇവിടെ ഓക്സിജൻ -2, ഫ്ലൂറിൻ -1, അപ്പോൾ ഇത് എത്ര വരും? +8 അല്ലേ? ഇങ്ങനെ മാംഗനീസ് +8 ഷോയേ ചെയ്യില്ല. മാംഗനീസിന്റെ ഹയസ്റ്റ് പോസിബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്താണ്? +7 അല്ലേ വരിക അല്ലേ? മാംഗനീസ് +2 to +7 ആണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഷോ ചെയ്യുക. ഇനി ഈ കോമ്പൗണ്ടിനകത്ത് എന്താ വന്നിരിക്കുന്നത്? മാംഗനീസ് -2, സോ ഫ്ലൂറിൻ -1. അപ്പോൾ ഇത് എത്ര വരുന്നുണ്ട്? 2 to 4 +4 വരും അല്ലേ? ഓക്കെ, ദെൻ ഇവിടെ മാംഗനീസ് ഫ്ലൂറിൻ -1, ഓക്സിജൻ -2, +7. സോ ദ ആൻസർ ഈസ് MnO3F. ഇതാണ് ആൻസർ. ഇതിപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് ചെയ്താലും നിങ്ങൾക്ക് ആൻസർ കിട്ടും. ആരുടെ ഹെൽപ്പ് ഒന്നും വേണ്ട, നിങ്ങൾക്ക് ചാപ്റ്ററും നോക്കേണ്ട കാര്യമില്ല. പക്ഷേ ഈ കോമ്പൗണ്ടിനെ ഞാൻ നിങ്ങൾക്ക് D&Fൽ എഴുതിയിട്ടിരിക്കുന്നു ഒന്ന് കാണിച്ചു തരട്ടെ. ഓക്കെ, നോക്കിക്കോ. D&F ബ്ലോക്കിനകത്ത് 4.37 ട്രെൻഡ്സ് ഇൻ ദ സ്റ്റെബിലിറ്റി ഓഫ് ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ആ ഭാഗം ഒന്ന് വായിച്ചു വരുമോ മക്കളെ? ട്രെൻഡ്സ് ഇൻ ദ സ്റ്റെബിലിറ്റി ഓഫ് ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അതിലെ ഒരു സെൻറ്റൻസ് ഞാനിവിടെ കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ദ +7 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് മാംഗനീസ് ഈസ് നോട്ട് റെപ്രസെൻറ്റഡ് ഇൻ സിമ്പിൾ ഹാലൈഡ്. ഒരിക്കലും MnF7 പോലെയുള്ള കോമ്പൗണ്ടുകൾ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. കാരണം മാംഗനീസ് ഫ്ലൂറിൻ സിംഗിൾ കോവലൻ ബോണ്ടുകളാണ് വന്നിരിക്കുന്നത്. അതിൽ മച്ച് സ്ട്രോങ്ങർ എന്താണ്? ഓക്സിജൻ ചേരുമ്പോഴാണ് അല്ലെ? ഡബിൾ ബോണ്ട് ക്യാരക്ടർ വരുമ്പോൾ സ്റ്റെബിലിറ്റി കൂടും ഉണ്ടോ? ബട്ട് MnO3F ഈസ് നോൺ. ഓക്സോ ഹാലൈഡ് അല്ലേ? MnO3F ഈസ് നോൺ. ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ഇങ്ങനത്തെ കോമ്പൗണ്ടൊക്കെ ഉണ്ടോ എന്നൊരു സംശയം വന്നാൽ ദിസ് കോമ്പൗണ്ട് ഉണ്ട് കേട്ടോ. ഈ കോമ്പൗണ്ട് നമ്മുടെ ബുക്കിലുണ്ട്. സോ മാംഗനീസ് ഷോ +7 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇൻ MnO3F. ഞാൻ പറഞ്ഞില്ലേ, എല്ലാ ക്വസ്റ്റ്യൻസിനകത്തെയും എന്തെങ്കിലും ഹിൻറ്റുകൾ ടെക്സ്റ്റിൽ നിന്ന് എടുക്കുന്നതായിരിക്കും. സോ ദിസ് കോമ്പൗണ്ട് D&F ബ്ലോക്കിനകത്തുണ്ട്. പിന്നെ നോർമൽ കുട്ടിക്ക് അറിയുന്ന പോലെ ചെയ്താൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കിട്ടുകയും ചെയ്യും. ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻസ് അല്ലേ തന്നിരിക്കുന്നത്? എളുപ്പല്ലേ? Then moving to the 20th question. Question from coordination compounds. നല്ലൊരു ചാപ്റ്റർ അല്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ചാപ്റ്ററാണ് കോർഡിനേഷൻ കോമ്പൗണ്ട്. ഇനോർഗാനിക് കെമിസ്ട്രിയിലെ നല്ലൊരു ചാപ്റ്ററാണ്. പഠിക്കാനും സുഖമാണ്, മനസ്സിലാക്കി എടുക്കാനും നല്ലതാണ്. ക്വസ്റ്റ്യൻസും അത്യാവശ്യം എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വരുന്നത്. പിന്നെ ഇങ്ങനത്തെ കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത് വേറെ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻ പേപ്പറുകളിലാണ് വരുന്നത്. നീറ്റിലൊന്നും എന്താണെങ്കിലും അല്ലെ കീമിലൊന്നും എന്താണെങ്കിലും ഈ പറഞ്ഞ മാതിരിയുള്ള നിങ്ങളെ വട്ടം കറക്കി ഇങ്ങനെ വണ്ടറടിച്ച് ഇങ്ങനെ ഇരിക്കുന്ന മാതിരിയുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും വരില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ച് പഠിച്ചേ. നോക്കട്ടെ മക്കളെ, ചാപ്റ്റർ എടുത്തോ? കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും മക്കളെ. ഞാൻ ഇത്രയും ക്വസ്റ്റ്യൻസ് കാണിച്ചതിൽ എല്ലാ ക്വസ്റ്റ്യൻസും എവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത്? NCERT-ക്കകത്തുനിന്നല്ലേ അല്ലേ? നമ്മളൊരു കാര്യം ആഗ്രഹിച്ചാൽ എന്താ, ലോകം നമ്മുടെ കൂടെ നിൽക്കും. അങ്ങനെയല്ലേ? പൗലോ കൊയ്ലോയുടെ ഒരു സെൻറ്റൻസ് ആണ്, അദ്ദേഹത്തിൻ്റെ ഒരു സ്പീച്ചിൽ അദ്ദേഹം പറഞ്ഞതാണ്. നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ഒരു ബുക്ക് വായിച്ചിട്ടുണ്ടോ? ആൽക്കെമി എന്ന് പറഞ്ഞേ. അതെങ്ങനെ ബുക്ക് വായിക്കാൻ നേരം തോണ്ടൽ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ അല്ലേ? ഈ തോണ്ടുന്ന കൂട്ടത്തിൽ എന്തെങ്കിലുമൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയട്ടോ. അപ്പോൾ എന്താ ചെയ്യുക? നന്നായി പഠിക്കുക, നന്നായിട്ട് വർക്ക് ചെയ്യുക. എടാ പിള്ളേരെ, നമ്മളൊരു കാര്യം ശരിക്കും ഇൻറ്റൻസായിട്ട് ആഗ്രഹിച്ചാൽ അത് നമുക്ക് നടന്നിരിക്കും, അല്ലെ നമ്മളത് നേടിയെടുത്തിരിക്കും. നിങ്ങൾക്കറിയോ പൗലോ കൊയ്ലോ എന്ന് പറഞ്ഞ ഒരാളെ? ഒരു എഴുത്തുകാരനാ. എവിടെ അറിയാനാ? അദ്ദേഹത്തിൻ്റെ ഒരു ബുക്കുണ്ട് ആൽക്കെമിസ്റ്റ് എന്ന് പറഞ്ഞ്. അതിൽ അദ്ദേഹം പറയുന്ന ഇതാണ്, നിങ്ങളൊരു കാര്യം ഇൻറ്റൻസായിട്ട് ആഗ്രഹിച്ചാൽ ലോകം നിങ്ങളുടെ കൂടെ നിൽക്കും എന്നാണ് പറയുന്നത്, അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അല്ലേ?
അപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഓരോ ആൾക്കാർ ഓരോ പ്രൊഫഷനിലുള്ളവരും എന്താ ചെയ്യുന്നത്, നന്നായി ഹാർഡ് വർക്ക് ചെയ്യുക ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ നന്നായി വർക്ക് ചെയ്യണ്ടേ? നന്നായി വർക്ക് ചെയ്താൽ അതിൻ്റെ റിസൾട്ട് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും കേട്ടോ. നിങ്ങളയ്യോ ഞാൻ പഠിച്ചിട്ട് എത്തുന്നില്ലല്ലോ, അങ്ങനെ ഒന്നും വിഷമിക്കേണ്ട. ഉറപ്പായിട്ടും റിസൾട്ട് ഉണ്ടായിരിക്കും. നന്നായി വർക്ക് ചെയ്യൂ, നല്ല റിസൾട്ട് ഉണ്ടാക്കൂ. ഓക്കെ, ഞാനൊന്നും നിങ്ങളോട് പറയുന്നില്ല. ഈ NCERT ബുക്ക് ഒന്ന് വെച്ച് കുറച്ച് നാളുകൾ, ഒരു 3-4 മാസം ഒന്ന് നിങ്ങൾ പഠിക്കുക, എല്ലാം സെറ്റാവും. ഓക്കെ, അപ്പോൾ നമുക്കിത് ചെയ്യാം. ചാപ്റ്റർ എടുത്തോ? കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. ഓക്കെ, എടാ ഈ ക്വസ്റ്റ്യൻ കണ്ടോടാ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഹെട്രോലെപ്റ്റിക് കോംപ്ലക്സ് എന്നാണ്. ഹോമോലെപ്റ്റിക്കും ഹെട്രോലെപ്റ്റിക്കും എവിടെയോ കേട്ട് പരിചയം അല്ലേ? എന്തൊക്കെയോ കുറേ കോമ്പൗണ്ട്സ് വന്നിട്ടുണ്ട്. ഒരു മിനിറ്റ്, ഞാൻ ആ കോമ്പൗണ്ട് ടെക്സ്റ്റ് ബുക്ക് കാണിക്കട്ടെ. ഓക്കെ, ഡെഫിനിഷൻസ് ഓഫ് സം ഇമ്പോർട്ടൻറ്റ് ടേംസ് പെർട്ടൈനിങ് ടു കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എടുത്തോ. 5.2 തുടക്കത്തിലുണ്ടാവും. ബെർണാസ് തിയറി ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട് എന്ന് പറഞ്ഞതിൻ്റെ തൊട്ട് അടിയിലായിട്ട് കുറേ പോയിന്റ്സ് വന്നിട്ടുണ്ട്. അതിൽ H എന്ന് പറഞ്ഞ പോയിന്റാണ് ഹോമോലെപ്റ്റിക് ആൻഡ് ഹെട്രോലെപ്റ്റിക് കോംപ്ലക്സ്. NCERT തന്ന അതേ എക്സാമ്പിൾസ് ആണ് അവരോട് കോട്ട് ചെയ്തിരിക്കുന്നത്. മനസ്സിലായോ? ഹോമോലെപ്റ്റിക് ആൻഡ് ഹെട്രോലെപ്റ്റിക് കോംപ്ലക്സസ്. ഓക്കെ, നോക്കടാ, ഹോമോലെപ്റ്റിക്കും ഹെട്രോലെപ്റ്റിക്കും. എന്താ ഹോമോലെപ്റ്റിക്കും ഹെട്രോലെപ്റ്റിക് എന്ന് പറഞ്ഞാൽ, കോർഡിനേഷൻ കോമ്പൗണ്ട്സിനകത്ത് മെറ്റലിൻ്റെ കൂടെ സെയിം ടൈപ്പ് ഓഫ് ലിഗാൻഡ് ആണ് വരുന്നതെങ്കിൽ അത് ഹോമോലെപ്റ്റിക് കോംപ്ലക്സും, ഒരു ലിഗാൻഡെങ്കിലും മാറിയിട്ടുണ്ടെങ്കിൽ അതെന്താണ്, ഹെട്രോലെപ്റ്റിക് കോംപ്ലക്സുമാണ്. ഓക്കെ, കോംപ്ലക്സിനകത്തെ ഒരു ലിഗാൻഡ് എന്താണ്, ഒരേ തരം, ഒരു ലിഗാൻഡില്ല ഒരേ തരം ലിഗാൻഡ്, ഏത് ലിഗാൻഡ് വേണമെങ്കിലും വരാൻ പറ്റും. ആ മെറ്റലോട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇപ്പം ടെട്രാഹെഡ്രൽ ആണെങ്കിലും ഒക്ടാഹെഡ്രൽ ആണെങ്കിലും ഏത് കോംപ്ലക്സ് ആണെങ്കിലും ഒരു സെറ്റ് ഓഫ് ലിഗാൻഡ് മാത്രമേ ഉള്ളൂ എങ്കിൽ അത് ഹോമോലെപ്റ്റിക് ആണ്. ഒരാളെങ്കിലും മാറിയിട്ടുണ്ടെങ്കിൽ അതെന്താണ്, ഹെട്രോലെപ്റ്റിക് ആണ്. കണ്ടോ, കോംപ്ലക്സസ് ഇൻ വിച്ച് മെറ്റൽ ഈസ് ബോണ്ടഡ് ടു ഓൺലി വൺ കൈൻഡ് ഓഫ് ഡോണർ ഗ്രൂപ്പ്സ് അല്ലേ, ഒരു തരം ലിഗാൻഡുകൾ. അതാ CONS3 6 times 3+ are known as homoleptic. ഇനി കോംപ്ലക്സസ് which is a metal bound to more than one kind of donor atoms. CONS3 4 times Cl2. കണ്ടോ, 2 ഡിഫറെൻറ്റ് ലിഗാൻഡ് ഒന്നും, 2 ഡിഫറെൻ്റ് എന്നല്ല, ഒറ്റയാൾ മാറിയാൽ മതി. മനസ്സിലായോ? ഒരാളുടെ ചേഞ്ച് വന്നാൽ അത് ഹെട്രോലെപ്റ്റിക് കോംപ്ലക്സ് ആണ്. സംഭവം പിടി കിട്ടിയോ? സെയിം ടൈപ്പ് ഓഫ് ലിഗാൻഡുകളാണെങ്കിൽ ഹോമോലെപ്റ്റിക്കും, ഡിഫറെൻ്റ് ആണെങ്കിൽ ഹെട്രോലെപ്റ്റിക്കും. ഓക്കെ, നമുക്കപ്പോൾ നമ്മുടെ ആൻസറിലേക്ക് പോയാലോ മക്കളെ? CONS3 60 ഇപ്പം നമ്മൾ കണ്ടതാ അല്ലേ, അത് ഹോമോലെപ്റ്റിക്ക. FeCN6 4- ഹോമോലെപ്റ്റിക്ക. COSCN4 2- ഹോമോലെപ്റ്റിക്ക. ഇത് ഹെട്രോ അല്ലേ? ഇത് ഇപ്പം കണ്ട കോംപ്ലക്സ് ടെക്സ്റ്റ് ബുക്കിലല്ലേ വന്നിരിക്കുന്നത്? നോക്കടാ, ടെക്സ്റ്റിൽ അത് തന്നെ അല്ലേ, CONS3 6 times 3- ഹോമോലെപ്റ്റിക്ക. ക്ലിയർ? കണ്ടോ, എല്ലാം ടെക്സ്റ്റ് ബുക്കിലെ തന്നെ. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, നന്നായി വർക്ക് ചെയ്ത് ഇത് പഠിക്കുക കേട്ടോ, വീണ്ടും വീണ്ടും ചെയ്ത് പഠിക്കുക. റീഡ് യുവർ ടെക്സ്റ്റ് ബുക്ക് കെയർഫുള്ളി. ഓക്കെ, മൂവിങ് ടു ദ നെക്സ്റ്റ് വൺ. ക്വസ്റ്റ്യൻ നമ്പർ 21. നോക്കൂ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ടെക്നിക് ഈസ് യൂസ് ടു സെപ്പറേറ്റ് ക്ലോറോഫോം ഫ്രം അനിലീൻ? ക്ലോറോഫോമും അനിലീനും കൂടെ സെപ്പറേറ്റ് ചെയ്യാനുള്ള മെത്തേഡ്. ഞാൻ ചാപ്റ്ററിൻ്റെ പേരൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. നമ്മുടെ ഓർഗാനിക് കെമിസ്ട്രിയുടെ തുടങ്ങുന്ന ചാപ്റ്റർ ഫസ്റ്റ് ഇയറിലേത് യൂണിറ്റ് 8 ആണ്. ഓർഗാനിക് കെമിസ്ട്രി, സം ബേസിക് പ്രിൻസിപ്പിൾസ് ആൻഡ് ടെക്നിക്സ്. ഫസ്റ്റ് ഇയറിലെ പാർട്ട് 2 എടുത്തോ? ഫസ്റ്റ് ഇയറിലെ പാർട്ട് 2. അപ്പോൾ ഇവിടെ കുറേ പേരുകളൊക്കെ തന്നിട്ടുണ്ട്, അതായത് സെപ്പറേഷൻ മെത്തേഡ്സ് ഒക്കെ തന്നിട്ടുണ്ട്. ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ അണ്ടർ റെഡ്യൂസ്ഡ് പ്രഷർ, സ്റ്റീം ഡിസ്റ്റിലേഷൻ, കണ്ടിന്യൂസ് എക്സ്ട്രാക്ഷൻ, ഡിസ്റ്റിലേഷൻ എന്നൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ട്. ഇപ്പം ചിലപ്പോൾ ഒന്ന് മറന്നിരിക്കുന്നതാവും. ഞാൻ ടെക്സ്റ്റിൽ കാണിക്കട്ടെ. എനിക്ക് തോന്നുന്നു ഞാനൊന്ന് കാണിച്ചു തന്ന് പറയുവാണെങ്കിൽ കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിരിക്കുമെന്ന് തോന്നുന്നു. ഓക്കെ, ടെക്സ്റ്റ് എടുത്തോ? ഈ ചാപ്റ്റർ എടുത്തോ? ചാപ്റ്റർ എടുത്തെങ്കിൽ പേജ് കാണിച്ചു തരാം. നോക്കൂ, 8.8 മെത്തേഡ്സ് ഓഫ് പ്യൂരിഫിക്കേഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്. എൻ്റെ ഭാഗത്തേക്ക് പോകാം മക്കളെ, അതായത് നമ്മുടെ ലാസ്റ്റ് ഭാഗത്തേക്ക് വരുന്നുണ്ടല്ലോ, GOC ഒക്കെ കഴിഞ്ഞ് വരുന്ന ആ ഭാഗത്തേക്ക് നിങ്ങൾ വായോ. പ്യൂരിഫിക്കേഷൻ ആൻഡ് ക്യാരക്ടറൈസേഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്നൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ടാവും. ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് അനാലിസിസ് എന്നൊക്കെ പറഞ്ഞുള്ള ഹെഡിങ്ങിൽ വരുന്നതാണ്. 8.8 മെത്തേഡ്സ് ഓഫ് പ്യൂരിഫിക്കേഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. കണ്ടോ? എന്നാൽ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് 2-3 കഴിഞ്ഞപ്പോൾ ഡിസ്റ്റിലേഷൻ എന്ന് പറഞ്ഞൊരു ഹെഡിങ് ഉണ്ട്. ഈ പടമൊക്കെ വരുന്നിടത്താണ്. അതിനാണ് നിങ്ങൾ കണ്ടില്ലെങ്കിൽ ഈ ഫിഗറെങ്കിലും കണ്ടോട്ടെ വിചാരിച്ചിട്ടാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഡിസ്റ്റിലേഷൻ
കിട്ടിയോ? ഡിസ്റ്റിലേഷൻ. ഓക്കെ, ദിസ് ഇമ്പോർട്ടൻറ്റ് മെത്തേഡ് ഈസ് യൂസ് ടു സെപ്പറേറ്റ്, ഇൻസൈഡഡ് സെൻറ്റൻസ് ആണ്, 1 volatile liquid from non volatile impurity. volatile means പറന്നു പോകുന്ന ആൾക്കാരാണ് volatile അല്ലേ? impurity non volatile ആയിട്ട് അവിടെ കിടക്കും, എന്താണ് നമ്മുടെ സബ്സ്റ്റൻസ് volatile ആയിട്ട് പോവുകയും ചെയ്യും. ഓക്കെ, volatile liquid from എന്താണ് non volatile impurities. Second one, the liquid having sufficient difference in the boiling points. രണ്ടാളുകളെ മിക്സ് ചെയ്തിരിപ്പുണ്ടെങ്കിൽ രണ്ടുപേരെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഒന്നിച്ച് ഒരേപോലെ കയറി വന്നാൽ നമുക്കത് സെപ്പറേറ്റ് ചെയ്യാൻ നമ്മുടെ സാധാ ഡിസ്റ്റിലേഷൻ മെത്തേഡിൽ പറ്റില്ല. അപ്പം ഇഫ് യു ആർ ഡൂയിങ് സം സിമ്പിൾ ഡിസ്റ്റിലേഷൻ ഓർ അപ്ലൈയിങ് സിമ്പിൾ ഡിസ്റ്റിലേഷൻ ടെക്നിക്, നിങ്ങൾ എന്ത് നോക്കിയിരിക്കണം? സോ ചെക്ക് വെദർ ദിസ് കോമ്പൗണ്ട് ഷുഡ് ഹാവ് എ ഡിഫറൻസ് ഇൻ ബോയിലിംഗ് പോയിന്റ് അല്ലേ? അടുത്ത സെന്റൻസ് അതായിരിക്കുന്നത് ലിക്വിഡ് ഹാവിങ് സഫിഷ്യൻറ്റ് ഡിഫറൻസ് ഇൻ ദർ ബോയിലിംഗ് പോയിന്റ്. നോക്കൂ, ലിക്വിഡ്സ് ഹാവിങ് ഡിഫറെൻറ്റ് ബോയിലിംഗ് പോയിന്റ് വേപ്പറൈസസ് അറ്റ് ഡിഫറെൻറ്റ് ടെമ്പറേച്ചേഴ്സ് ഉണ്ടോ? അപ്പോൾ അതിൻ്റെ പ്രത്യേകത അതാണ്. രണ്ട് മിക്സ്ചർ ആണെന്ന് വിചാരിക്കുക, രണ്ടുപേർ എ ആൻഡ് ബി മിക്സ് ചെയ്തിട്ടുണ്ട്. എ ഹാസ് എ പെർട്ടിക്കുലർ ബോയിലിംഗ് പോയിന്റ്, ബി ഓൾസോ അനദർ വൺ. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? ഷുഡ് ഹാവ് എ ഡിഫറൻസ് ഇൻ ബോയിലിംഗ് പോയിന്റ്. ഇപ്പോൾ എക്ക് ലോവർ ആണെങ്കിൽ എ കം ഫസ്റ്റ് വരും, ദെൻ ബി അത് കഴിഞ്ഞിട്ടേ വരുള്ളൂ. അതായത് രണ്ടും കൂടെ ഒന്നിച്ച് കയറി മുകളിലോട്ട് വന്നിട്ട് നമുക്കൊരു ഗുണവും ഇല്ല, സെപ്പറേഷൻ നടക്കുകയില്ല. ഇനി ഇവർ തന്നിരിക്കുന്നുണ്ടോ? ദ വേപ്പേഴ്സ് ആർ കൂൾഡ് ആൻഡ് ലിക്വിഡ്സ് ഓഫ് ഫോംഡ് ആർ കളക്റ്റഡ് സെപ്പറേറ്റ്ലി. ഇതാണ് ഇതിൻ്റെ തിയറിയും പ്രിൻസിപ്പിളും ഒക്കെ. ഇനി എൻ്റെ താഴെ തന്നിരിക്കുന്ന നോക്കിയാൽ മക്കളെ, ക്ലോറോഫോം കണ്ടോ? അവിടെ തന്നിരിക്കുന്ന സെന്റൻസ് ഉണ്ടോ? സോ ദ ക്ലോറോഫോം ബോയിലിംഗ് പോയിന്റ് 334 Kelvin and aniline 457 Kelvin are easily separated by the technique of distillation. ഉണ്ടോ? നമ്മുടെ ക്വസ്റ്റ്യൻ അതാണ്. അനിലിൻ ആൻഡ് ക്ലോറോഫോം, അനിലിൻ്റെ ബോയിലിംഗ് പോയിന്റ് 4.57ഉം ക്ലോറോഫോമിൻ്റെ ബോയിലിംഗ് പോയിന്റ് 457 Kelvin ആണ് അനിലിൻ, ക്ലോറോഫോം 334 Kelvin ആണ്. ഉണ്ടോ? ഇവന്മാരൊരു മീഡിയത്തിലുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? സോ ആദ്യം ക്ലോറോഫോം വേപ്പറൈസ് ചെയ്ത് കളക്ട് ചെയ്ത് നമുക്ക് മാറ്റിക്കഴിഞ്ഞ് അനിലിനെ എടുക്കാൻ പറ്റും. ഉണ്ടോ? ഇതാണ് നമ്മുടെ ലിക്വിഡ് മിക്സ്ചർ ഈസ് പ്ലേസ്ഡ് ഇൻ എ റൗണ്ട് ബോട്ടം ഫ്ലാസ്ക്. ഉണ്ടോ? ഇപ്പോൾ അത് RB മീൻസ് റൗണ്ട് ബോട്ടം ഫ്ലാസ്ക് ആണ്. ഇതാണ് സിമ്പിൾ ഡിസ്റ്റിലേഷൻ. ഉണ്ടോ? റൗണ്ട് ബോട്ടം ഫ്ലാസ്കിൽ നിങ്ങളുടെ കമ്പണൻസ് എടുക്കുന്നു, എന്നിട്ട് അതിനെ ഒരു 1 ഹോൾഡ് കോർക്ക് കൊണ്ട് അടച്ച് തെർമോമീറ്റർ വെച്ച് ഇതിവിടെ കണക്ട് ചെയ്യണം കേട്ടോ, സ്റ്റാൻഡേൽ കണക്ട് ചെയ്യണം, അടിയിൽ ബുൺസൺ ബർണർ സെറ്റ് ചെയ്യണം. ഇതാണ് വയർ ഗോസ്, ഇതെല്ലാം സാധാരണ വെക്കുക. എന്നിട്ടുണ്ടോ ഈ റൗണ്ട് ബോട്ടം ഫ്ലാസ്കിന് ഒരു പ്രത്യേകതയുണ്ട്. ആ 1 ഹോൾഡ് കോർക്കിൻ്റെ താഴെയായിട്ട് ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്, അവിടെ എന്താണ് ഒരു കണ്ടൻസേഷൻ ചേംബർ വെക്കണം. ആക്ച്വലി ഡിസ്റ്റിലേഷൻ ഒറ്റ വാക്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, എന്താണ്? വേപ്പറൈസേഷൻ ഫോളോഡ് ബൈ കണ്ടൻസേഷൻ. കേട്ടോ, ഒറ്റ വാക്കിൽ. ഈ ഭാഗത്ത് വേപ്പറൈസേഷനും ഈ ഭാഗത്ത് കണ്ടൻസേഷനുമാണ് നടക്കുന്നത്. സോ ഡിസ്റ്റിലേഷൻ മീൻസ് വേപ്പറൈസേഷൻ ഫോളോഡ് ബൈ കണ്ടൻസേഷൻ. ഇവിടെ കണ്ടോ, ഇവിടെ കണ്ടോ വെള്ളം, വാട്ടർ ഇൻലെറ്റ്, ഇത് 2 ട്യൂബാണ്. ഈ ട്യൂബിനകത്തൂടെ ഗ്യാസ് കയറി വരുമ്പോൾ ചൂട് ഗ്യാസ് അല്ലേ വരുന്നത്, അപ്പം അതിനെ ഒന്ന് തണുപ്പിച്ച് കൊടുക്കും. ഇതിൽ കൂടെ വെള്ളം കയറും, ചൂട് വെള്ളം ഇതിൽ കൂടെ പുറത്തേക്ക് പോകും. ഇതിങ്ങനെ പൈപ്പിലേക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ്. എന്ത് ചെയ്യും? ഇതിൽ കൂടെ നമ്മൾ ലിക്വിഡ് ഫോമിൽ കളക്ട് ചെയ്യുക ചെയ്യുന്നത്. ഉണ്ടോ? സിമ്പിൾ ഡിസ്റ്റിലേഷൻ. ദ കമ്പണൻറ്റ് ഷുഡ് ഹാവ് ദ ഡിഫറൻസ് ഇൻ ബോയിലിംഗ് പോയിന്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിമ്പിൾ ഡിസ്റ്റിലേഷൻ ടെക്നിക്ക് ഉപയോഗിക്കാം അല്ലേ? ഇനി നിങ്ങൾ ആരെങ്കിലും പഠിച്ചിട്ടില്ലെങ്കിൽ ഞാനതാ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത്. അപ്പോൾ എനിവേ ആൻസറിലേക്ക് നമുക്ക് പോകാം. എന്താ നമ്മുടെ ആൻസർ? സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് ടെക്നിക് ഈസ് യൂസ് ടു സെപ്പറേറ്റ് ക്ലോറോഫോം ആൻഡ് ആനിലിൻ? സോ ദ ആൻസർ ഈസ് ഡിസ്റ്റിലേഷൻ. ഉണ്ടോ? ഇത്ര ക്ലിയർ ആയിട്ട് ആൻസർ കിട്ടി. ദ ആൻസർ ഈസ് ഡിസ്റ്റിലേഷൻ. ഓക്കെ, എന്താ ഈ ഭാഗം പഠിച്ചിട്ടില്ലേ? എന്താ ഒരു സംശയം? ഈ ഭാഗത്തങ്ങോട്ട് പ്യൂരിഫിക്കേഷൻ ഭാഗം പഠിച്ചിട്ടില്ല അല്ലേ? ഒന്ന് വായിക്കണേ മക്കളെ, ഒരു സമയം പഠിക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഭാഗം ഒന്ന് വായിച്ചെടുക്കണം കേട്ടോ. ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷനകത്തു നോക്കി ക്വസ്റ്റ്യൻ ഞാൻ കണ്ടിട്ടുണ്ട് വേറെ പേപ്പറുകളിലൊക്കെ. ഇതിപ്പോൾ സിമ്പിൾ അല്ലേ ചോദിച്ചത്. ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ്റെ ഭാഗത്തു നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. പഠിക്കാത്തവരൊക്കെ ഒന്ന് നോക്കി പഠിക്കണം കേട്ടോ. ഓക്കെ, അടുത്തതിലേക്ക് പോയാലോ? കം ഓൺ. സോ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. So in Kolb electrolytic method, when sodium acetate is electrolyzed, the gas generated at anode R. ചാപ്റ്ററിന്റെ പേര് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ, ഹൈഡ്രോ കാർബൺസ്. എടുക്ക്, ചാപ്റ്റർ എടുത്തോ, ഹൈഡ്രോ കാർബൺസ്. നമ്മളിപ്പോൾ അതായത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത അതിൻ്റെ തൊട്ടടുത്ത ചാപ്റ്റർ, അതായത് നിങ്ങളുടെ പാർട്ട് 2 ലാസ്റ്റ് ചാപ്റ്ററാണ് ഹൈഡ്രോ കാർബൺസ്. എടുത്തോ?
കോൾബ്സ് ഇലക്ട്രോളിസിസ് എന്തെങ്കിലും ഓർമ്മയുണ്ടോ? ഞാൻ ടെക്സ്റ്റിലെ കാണിക്കാം, എന്നിട്ട് ഞാൻ ഏറ്റവും ഷോർട്ട് കട്ടിൽ അത് പറഞ്ഞുതരാം. NCERT നോക്കാം. ഓക്കെ, ഒന്ന് റെഫർ ചെയ്തേക്കാം NCERT മക്കളെ. കോൾബ്സ് ഇലക്ട്രോലിറ്റിക് മെത്തേഡ്, അതായത് പ്രിപ്പറേഷൻ ഓഫ് ആൽക്കെയിൻ എടുക്കടാ. പ്രിപ്പറേഷൻ ഓഫ് ആൽക്കെയിൻ ഞാൻ ഏത് പോയിന്റിലാണ് വരുന്നതെന്ന് ഞാൻ വെച്ചിട്ടില്ല. ആക്ച്വലി ചാപ്റ്റർ നമ്പർ എത്രയാണ്? യൂണിറ്റ് നമ്പർ 9 പോയിന്റ് സംതിങ്ങിലാണ് അത് വരുന്നത്. എടുത്തോ. പ്രിപ്പറേഷൻ ഓഫ് ആൽക്കെയിൻ്റെ തേർഡ് മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ആണ് ഫ്രം കാർബോക്സിലിക് ആസിഡ് എന്ന് പറഞ്ഞ ഹെഡിങ് എടുത്തോ. പ്രിപ്പറേഷൻ ഓഫ് ആൽക്കെയിൻസ് എന്ന് പറഞ്ഞ ഭാഗം എടുക്കുക. അതിനകത്തെ മൂന്നാമത്തെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ആണ് ഫ്രം കാർബോക്സിലിക് ആസിഡ്. സംഭവം ടെക്സ്റ്റിലുണ്ട്. ഇത് എളുപ്പത്തിൽ ചെയ്തെടുക്കുന്ന മെത്തേഡ് കൂടെ ഞാൻ കാണിച്ചു തരാം. NCERT തന്നോക്കുക, നമുക്ക് നോക്കിയിട്ട് ആൻസറിലോട്ട് പോകാം. കോൾബ് ഇലക്ട്രോലിറ്റിക് മെത്തേഡ്, ഇലക്ട്രോളിസിസ് ആണ്. ഫസ്റ്റ് ഇത് ചെയ്ത കോൾബ് ആയതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ പേരിൽ പോകുന്നതേ ഉള്ളൂ. An aqueous solution of sodium or potassium salt of carboxylic acid is electrolyzed, giving alkane containing even number of carbon atom at the anode. സംഭവം ഇത്രയേ ഉള്ളൂ. മനസ്സിലായോ? നിങ്ങൾ ഏത് കാർബോക്സിലിക് ആസിഡ് എടുത്ത് ഇലക്ട്രോലൈസ് ചെയ്താലും അതിൽ സോഡിയം സോൾട്ടോ പൊട്ടാഷ്യം സോൾട്ടോ ആണ് ആൾ പ്രിഫർ ചെയ്യുന്നത്. എടുത്തിട്ട് എന്ത് ചെയ്യണം? അങ്ങോട്ട് ഇലക്ട്രോലൈസ് ചെയ്യുക. അപ്പോൾ ആൾ പറഞ്ഞ എന്താണ്? നിങ്ങൾക്ക് ഈവൻ നമ്പർ ഓഫ് ഹൈഡ്രോ കാർബണേ കിട്ടുള്ളൂ, വേറൊന്നും വിചാരിക്കരുത് കേട്ടോ. എന്നിട്ട് എന്താണ്? അറ്റ് ആനോഡിൽ ഈ സാധനം ഉണ്ടാവും, പോവുക, കളക്ട് ചെയ്യുക, തിരിച്ചു വരിക. ഓക്കെ, സോഡിയം അസറ്റേറ്റ് അക്വസ് മീഡിയത്തിലാണല്ലോ കലക്കി വെച്ചിരിക്കുകയല്ലേ ചെയ്യുന്നത്. എന്നിട്ട് എന്ത് ചെയ്യണം? ഇലക്ട്രോലൈസ് ചെയ്യുന്നു. സോഡിയം അസറ്റേറ്റ് നിങ്ങൾ ഇലക്ട്രോലൈസ് ചെയ്താൽ ഈത്തൈൻ ഉണ്ടാകും, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകും, ഹൈഡ്രജൻ ഉണ്ടാകും, സോഡിയം ഹൈഡ്രോക്സൈഡ് ഉണ്ടാകും. ഇത്ര ആൾക്കാരുണ്ടാകും, ആൾ പറയണ്ട അവിടെ. ഇനി നമുക്ക് നോക്കാം ഇവിടെ എന്തൊക്കെയാണ് ഇവിടെ നടന്നു പോകുന്നു എന്നുള്ളത്. സോഡിയം അസറ്റേറ്റ് ഡിസോസിയേറ്റ് ആസ് എന്താണ് സോഡിയം അസറ്റേറ്റ് അയോണും Na+ അയോണും വരുന്നു. അതിൻ്റെ ഇലക്ട്രോളിസിസ് നടക്കുകയാണ്. അസറ്റേറ്റ് അയോൺ എന്തായിട്ട് മാറുന്നുണ്ട്? ടേൺസ് ടു ബിക്കം ഈത്തൈൻ, പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പം ആനോഡിൽ ആരൊക്കെ ഉണ്ടാകും? അറ്റ് ആനോഡ് ഹൈഡ്രോ കാർബണും കാർബൺ ഡൈ ഓക്സൈഡും അല്ലേ? നമുക്കത് മതി, എനിക്ക് അത്രയും മതി. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വെച്ചിരിക്കുന്നത്. അറ്റ് ആനോഡിൽ എന്തുണ്ടാവുന്നുണ്ട്? ഹൈഡ്രോ കാർബണും കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ടാവുന്നുണ്ട്. ആനോഡിൽ ഹൈഡ്രോ കാർബണും കാർബൺ ഡൈ ഓക്സൈഡും. ഇനി കാഥോഡിൽ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ, ഈ Na+ എന്ന് പറഞ്ഞ സാധനം കാഥോഡിലേക്ക് പോകും. കാഥോഡിൽ സോഡിയം മെറ്റൽ ഡെപ്പോസിറ്റ് ചെയ്യും. എന്നിട്ട് ഇത് അക്വസ് മീഡിയത്തിലല്ലേ നടക്കുന്നത്. എന്നിട്ട് അത് എന്തായിട്ട് മാറും? ഇറ്റ് ടേൺസ് ടു ബിക്കം NaOH. എന്നിട്ട് ഈ NaOH അതിൻ്റെ കൂട്ടത്തിൽ എന്തും കൂടെ ലിബറേറ്റ് ചെയ്യും? ഹൈഡ്രജൻ ലിബറേറ്റ് ചെയ്യും. ഞാൻ ഇത് സിംപ്ലസ്റ്റ് വേയിൽ ചെയ്ത് കാണിച്ചു തരട്ടെ. ഇവിടെ നോക്കിക്കേ. അപ്പം നമുക്ക് അപ്പുറത്തെ ആൻസറിലേക്ക് കൊടുക്കാം. സംഭവം പിടികിട്ടിയോ നിങ്ങൾക്ക്? കാർബൺ ഡൈ ഓക്സൈഡും ഹൈഡ്രോ കാർബണും കൂടെ എന്തുണ്ടാവും? ആനോഡിൽ ഉണ്ടാകും. കാഥോഡിൽ നിങ്ങൾ ആസിഡായി എടുക്കുന്നെങ്കിൽ ഡയറക്റ്റ് ഹൈഡ്രജൻ ലിബറേറ്റ് ചെയ്യും. മെറ്റൽ സോൾട്ട് ആണെങ്കിൽ എന്ത് വരും? ഹൈഡ്രജൻ ലിബറേറ്റ് ചെയ്യും. എലോങ് വിത്ത് മീഡിയത്തിനകത്ത് ഏത് മെറ്റലാണോ അതിൻ്റെ ആൽക്കലൈൻ സൊല്യൂഷൻ ഹൈഡ്രോക്സൈഡ് ഉണ്ടാവും. ഓക്കെ, അപ്പം നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. So in Kolbe electrolytic method, when sodium acetate is electrolyzed, the gas generated at anode. ഇവിടെ നോക്കിയടാ, സോഡിയം അസറ്റേറ്റ് എന്നല്ലേ തന്നിരിക്കുന്നത്. ഞാൻ ഇങ്ങനെ എഴുതുവാണേ, CH3CONA. ഇതിൻ്റെ തൊട്ട് താഴെ ഒരെണ്ണം കൂടി എഴുതണം, CH3COONA. കണ്ടോ? 2 പ്രാവശ്യം ഈ ആസിഡ് എഴുതുക. CH3CONA CH3CONA എന്ന് എഴുതുക. എന്നിട്ട് ഇതിനെ 3 കഷ്ണമായിട്ട് മുറിക്കണം. മനസ്സിലായോ? 3 ഭാഗമായിട്ട് മുറിച്ചങ്ങോട്ട് മാറ്റുക. ഓക്കെ, ഇങ്ങനെ മുറിക്കുക, ഇങ്ങനെ മുറിക്കുക. ഞാൻ മുറിച്ച എങ്ങനെയാണെന്നുണ്ടോ? ഇങ്ങനെ ഒരേ എന്താണോ തന്നിരിക്കുന്നത് 2 പ്രാവശ്യമായിട്ട് താഴേക്ക് എഴുതി വെച്ചിട്ട് ഇങ്ങനെ 3 കഷ്ണമായിട്ട് മുറിക്കുക. ഈ ഭാഗം ആനോഡിലേക്ക് കൊടുക്കുക, ഈ ഭാഗം കാഥോഡിലേക്കും കൊടുക്കുക. ഓക്കെ, ബാക്കി ഞാൻ കാണിച്ചു തരാം. എന്താണ് അക്വസ് ആണ് നമ്മുടെ ഈ തന്നിരിക്കുന്ന അക്വസ് സൊല്യൂഷനാണ് സോഡിയം അസറ്റേറ്റിൻ്റെ തന്നിരിക്കുന്നത്. അപ്പോൾ ആനോഡിലേക്ക് ആരാ പോകുന്നത്? നമ്മൾ മുമ്പ് കണ്ടല്ലോ, ഓൾറെഡി കണ്ടതാണ്. ആനോഡിൽ ആരാ വരുന്നത്? CH3, മറ്റേ CH3 കൂടെ കൂട്ടിപ്പിടിക്കുക. മെക്കാനിസം ഫ്രീ റാഡിക്കൽ മെക്കാനിസം ആണ് കേട്ടോ. നിങ്ങൾക്ക് ഇനിയിപ്പോൾ അതൊക്കെ ഓർമ്മിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ എളുപ്പത്തിൽ പറഞ്ഞതാണിത്. മെക്കാനിസം ഫ്രീ റാഡിക്കലാണ്. ഈ 2 ഭാഗം കൂടെ കൂട്ടിപ്പിടിപ്പിക്കുക. അപ്പോൾ എന്ത് കിട്ടും? CH3 ഈത്തൈൻ ഗ്യാസ് അല്ലേ? 2 കാർബൺ ആറ്റല്ലേ ഉള്ളൂ, ഈത്തൈൻ ഗ്യാസ് പ്ലസ് ഇവിടെ 2 റാഡിക്കലായിട്ട് മുറിയും. ഇവരങ്ങോട്ട് കൂടി ചേർന്നിട്ട് CO2 2 മോളിക്യൂൾ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും. ഇനി കാഥോഡിൽ എന്താ സംഭവിക്കുന്നത്? സോഡിയം മെറ്റാലിക് സോഡിയം അവിടെ ഡെപ്പോസിറ്റ് ചെയ്യും. ഇഷ്ടം പോലെ വെള്ളമുണ്ട് അല്ലേ?
അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? സോഡിയം വാട്ടറുമായിട്ട് ചേർന്നിട്ട് മീഡിയത്തിൽ എന്തുണ്ടാകും? സോഡിയം ഹൈഡ്രോക്സൈഡ് പ്ലസ് എന്താ ഉണ്ടാവുന്നത്? ഹൈഡ്രജൻ ഗ്യാസിന്റെ ലിബറേഷൻ. കണ്ടോ? ദേ പിടികിട്ടിയോ? മുമ്പ് അവിടെ എഴുതിയിരിക്കുന്ന കണ്ടോ? ദേ ഞാൻ എന്താ ചെയ്തതെന്ന് ശ്രദ്ധിച്ചേ. നിങ്ങൾക്ക് എന്ത് ആസിഡാണോ തന്നിരിക്കുന്ന, ആസിഡോ അതിൻ്റെ സോൾട്ടോ എന്തും ആയിക്കോട്ടെ, വോട്ട് എവർ ഇറ്റ് ഈസ്, ഇങ്ങനെ രണ്ടാക്കി എഴുതുക. എന്നിട്ട് മൂന്ന് സെഗ്മെന്റ് ആയിട്ട് മുറിച്ച് വെക്കുക. മുറിച്ചതിലെ ലെഫ്റ്റ് 2 പാർട്ടും ആനോഡിലെത്തും, പക്ഷെ അവിടെ ലിബറേറ്റ് ചെയ്യും. റൈറ്റ് പാർട്ട് മാത്രം കാഥോഡിൽ വരും. അക്വസ് മീഡിയത്തിൽ എന്ത് സംഭവിക്കുന്നുണ്ട്? ആ മെറ്റല് വാട്ടറുമായിട്ട് ചേർന്ന് അതിൻ്റെ ഹൈഡ്രോക്സൈഡ് ഉണ്ടാവും, ഹൈഡ്രജൻ ഗ്യാസ് ലിബറേറ്റ് ചെയ്യും. അങ്ങനെയല്ലേ? ആ ഇക്വേഷൻ ഒന്നും നോക്കിക്കേ. ഇവിടെ നോക്കിക്കേ, ഇതുണ്ടോ? CH3 സോഡിയം അസറ്റേറ്റ് വക്വസ് മീഡിയത്തിൽ ഇലക്ട്രോളിസിസ് ചെയ്യുമ്പം ഈഥൈൻ പ്ലസ് കാർബൺ ഡയോക്സൈഡ് പ്ലസ് ഹൈഡ്രജൻ പ്ലസ് NaOH. അപ്പോൾ ആനോഡിൽ എന്തുണ്ടാവുന്നുണ്ട്? ആനോഡിൽ നമ്മുടെ കാർബൺ ഡയോക്സൈഡും നമ്മുടെ ഹൈഡ്രോ കാർബണും ഉണ്ടാവും അല്ലേ? നമ്മുടെ ചോദ്യം എന്താണ്? ദ ഗ്യാസസ് ജനറേറ്റഡ് അറ്റ് ആനോഡ്. അപ്പം ഒന്നിലധികം ഗ്യാസ് ഉണ്ടെന്നല്ലേ അർത്ഥം അല്ലേ? ഏതൊക്കെയാണ് ഗ്യാസ് ഇവിടെ ആനോഡിൽ ജനറേറ്റ് ചെയ്യുന്നത്? ഈഥൈനും കാർബൺ ഡയോക്സൈഡും അല്ലേ? സോ ഓപ്ഷൻ ഡി ഈസ് ദ ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 22 മനസ്സിലായില്ലേ? ക്ലിയർ ആണോ? ഹൈഡ്രോ കാർബൺ ചാപ്റ്ററിൽ അല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചോ, എല്ലാ ചാപ്റ്ററിൽ നിന്നും നമ്മുടെ ഫസ്റ്റ് ഇയറിലെ ഇപ്പം എല്ലാ ചാപ്റ്ററിനകത്തൊന്നും ടച്ച് ചെയ്ത് പോയിട്ടില്ലേ അല്ലേ? സെക്കൻഡ് ഇയറിൽ മാത്രമേ എനിക്ക് തോന്നുള്ളൂ കുറച്ച് ചാപ്റ്ററുകൾ ടച്ച് ചെയ്യാതുള്ളൂ. ഫസ്റ്റ് ഇയറിൽ ഓൾമോസ്റ്റ് എല്ലാ ചാപ്റ്ററും ടച്ച് ചെയ്ത് പോയിട്ടുണ്ട്. 1ഉം 2ഉം ക്വസ്റ്റ്യൻസ് അവിടെ റിപ്പീറ്റും ചെയ്തിട്ടുണ്ട്. ഓക്കെ, സെറ്റല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? എന്താണാവോ? ബോറടിച്ചോ? 2-3 മാസത്തേക്ക് ബോറടിക്കണ്ട, ഇങ്ങോട്ട് വാ, അല്ലെങ്കിൽ ബോറ് തിരിച്ചടിക്കും കേട്ടോ. എന്താ ചെയ്യുക? നമുക്കിപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്താലോ? ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 23 നല്ല സിമ്പിൾ ക്വസ്റ്റ്യൻ ആടാ. ദ നമ്പർ ഓഫ് സിഗ്മ ആൻഡ് പൈ ബോൺസ് പ്രസന്റ് ഇൻ 3-methyl but 1-ene ആർ റെസ്പെക്റ്റീവ്ലി. ഏറ്റവും സിമ്പിളസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ? ഞാൻ ചാപ്റ്റർ വെച്ചിട്ടുണ്ട് ഇവിടെ, യൂണിറ്റ് 8 ഓർഗാനിക് കെമിസ്ട്രി, സം ബേസിക് പ്രിൻസിപ്പിൾസ് ആൻഡ് ടെക്നിക്സ് അല്ലേ? 2-3 ക്വസ്റ്റ്യൻസ് ആയിട്ടുണ്ടല്ലോ ഇതിനകത്തുനിന്ന്. നിങ്ങൾ ചോദിക്കും ഈ ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടോ എന്ന്. അൺഫോർച്ചുനേറ്റ്ലി ഈ സെയിം ക്വസ്റ്റ്യൻ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ അതേപോലത്തെ ക്വസ്റ്റ്യൻ ഞാൻ അതിൽ നിന്ന് കണ്ടുപിടിച്ചു. ഒരു മിനിറ്റ് ഒന്ന് നോക്കിക്കേ. ഹൗ മെനി സിഗ്മ ആൻഡ് പൈ ബോൺസ് ആർ പ്രസന്റ് ഇൻ ഈച്ച് ഓഫ് ദ ഫോളോയിങ് മോളിക്യൂൾസ്? എങ്ങനുണ്ട്? പൊളിച്ചില്ലേ? നോക്ക്, ഇതുണ്ടോ? ഇവിടെ മോളിക്യൂള് തന്നിട്ടുണ്ട്, അവിടെ അവർ സിഗ്മയും പൈയും ഒക്കെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ശരിക്കും നമ്മളിപ്പോൾ കണ്ട ക്വസ്റ്റ്യൻ എന്ത് തന്നെയാണ്? ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ അല്ലേ? നമുക്ക് ചെയ്യാം. പടം വരയ്ക്ക്, വായോ. സ്ട്രക്ചർ വെച്ചേ. നമ്പർ ഓഫ് സിഗ്മ ആൻഡ് പൈ ബോൺസ് പ്രസന്റ് ഇൻ 3-methyl but 1-ene അല്ലേ? നിങ്ങൾ സാധാരണ ചെയ്യുന്ന പോലെ ബ്യൂട്ട് 1 2 3 4. ഇനി ഞാൻ ഇവിടുന്ന് ചെയ്യാം. ബ്യൂട്ട് 1-ene, ഫസ്റ്റ് കാർബൺ ആറ്റ് ഡബിൾ ബോണ്ട്, തേർഡ് കാർബൺ 2 3 ഇതല്ലേ കൊടുക്കുക? 1 2 3 3-methyl അല്ലേ? ഇതെല്ലാം ഒരു മീഥൈൽ ഗ്രൂപ്പും കൊടുത്തു. എടാ എല്ലാ ഹൈഡ്രജൻ വെച്ച് ഫില്ല് ചെയ്യടാ, എളുപ്പം ഉണ്ടാവും അങ്ങനെ ചെയ്താൽ. സോ H H H H H H H ദാ ഇങ്ങനെ എഴുതണേ. നിങ്ങൾ കംഫർട്ട് സോണിൽ നിന്ന് എപ്പോഴും എഴുതണം പ്രോബ്ലങ്ങൾ ചെയ്യുമ്പം കേട്ടോ. ജീവിതത്തിലെ കംഫർട്ട് സോണിൽ എപ്പോഴും പോകാതെ നിങ്ങൾ കുറച്ചും കൂടെ ഹാർഡ് ഫേസുകൾ, മീൻസ് നമ്മുടെ ഹാർഡർ ഫേസുകളൊക്കെ ഉണ്ടല്ലോ, അതും കൂടിയൊക്കെ ഒന്ന് ആ റിയാലിറ്റികളും കൂടെ മനസ്സിലാക്കണം. അപ്പം നമ്മൾ പഠിക്കണം, നല്ല നല്ല സ്ഥലങ്ങളിൽ പോയിട്ട് എന്താ പറയുക, ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിക്കണം, ടോപ്പ് നോച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, അവിടെ പോയി പഠിക്കണം കേട്ടോ. അപ്പോഴാണ് നമ്മൾ ഏറ്റവും മിടുക്കികളുമാകുന്നത്. ഓക്കെ, ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻറ്റ്, ദ മോസ്റ്റ് ഹാപ്പിയസ്റ്റ് പീപ്പിൾ അല്ലേ? അതൊക്കെയല്ലേ നമുക്ക് ആവേണ്ടത് അല്ലേ? ചെറിയ പ്രായത്തിൽ തന്നെ നിങ്ങൾ ലൈഫ് സെറ്റിൽ ചെയ്യണം, അതൊരു ഗോളാക്കി എടുക്കണം കേട്ടോ. ഓക്കെ, ദെൻ കം ബാക്ക് ടു അവർ ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്യൻ നമ്പർ 23 എത്തിയിട്ടേ ഉള്ളൂ നമ്മൾ. സോ 7 more questions are remaining there. Then count the number of sigma bonds അല്ലേ? അതെല്ലാം എളുപ്പം ചെയ്യാനായിട്ട് സിഗ്മ എങ്ങോട്ട് എടുക്കാം? കുറേ ഉണ്ടല്ലോ. സിഗ്മ 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 സിഗ്മ. ഞാൻ സിഗ്മ മാർക്ക് ചെയ്തേക്കാം. സിംഗിൾ ബോണ്ട് മാത്രമേ ഉള്ളൂവെങ്കിൽ അതെല്ലാം സിഗ്മ ബോണ്ടുകളാണ്. ഒറ്റ പൈ ബോണ്ടേ ഇവിടെ ഉള്ളൂ അല്ലേ? ഒരൊറ്റ പൈ ബോണ്ട് മാത്രം, 1 പൈ ബോണ്ട് ഈസ് ദെയർ. സോ അങ്ങനത്തെ 2 ഓപ്ഷൻ ഉണ്ട്. ഞാൻ ആദ്യം എന്താ വിചാരിച്ചെന്ന് ചോദിച്ചാൽ പൈ ബോണ്ടിൻ്റെ എണ്ണം നോക്കിയിട്ട് ആൻസർ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നോക്കിയപ്പോൾ ഓപ്ഷൻ ഡിയിലും ഓപ്ഷൻ ഇയിലും 1 1 എന്ന ആൻസർ ഉണ്ട്. അപ്പോൾ നമ്മൾ സിഗ്മ ബോണ്ട് കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. സോ കൗണ്ട് ദ നമ്പർ ഓഫ് സിഗ്മ ബോണ്ട്സ്. എത്ര വന്നിട്ടുണ്ട്? 1 2 3 4 5 6 7 8 9 10 11 12 13 14. Am I right?
So once again you count it. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, right? So 14 sigma and 1 pi bond, right? 14 sigma and 1 pi bond. അപ്പം ഞാൻ മുമ്പ് കാണിച്ചത് നിങ്ങൾ ശ്രദ്ധിച്ചോ? ആൻസർ നമുക്ക് കിട്ടിയിട്ടുണ്ട് 14 സിഗ്മ ആൻഡ് 1 പൈ ബോണ്ട്. എടാ ഞാൻ നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിനകത്തൊന്ന് കാണിച്ചെന്ന ഭാഗമേ ഞാൻ പെട്ടെന്ന് മൂവ് ചെയ്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സെയിം ക്വസ്റ്റ്യൻ അല്ലല്ലോ, അവൻ നമുക്ക് പടം വരച്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. കാരണം എവ്രിതിങ് ഈസ് ഗിവൺ ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പ്രോബ്ലം നമ്പർ 8.1 ടെക്സ്റ്റ് ബുക്കിൽ എടുക്കൂ. പ്രോബ്ലം നമ്പർ 8.1, അതായത് എല്ലാം NCERT മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ടുപിടിക്കേണ്ട കാര്യം മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, അടുത്ത ചെയ്താലോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ക്വസ്റ്റ്യൻ നമ്പർ 24. എനിക്ക് ആകെ വിഷമമായിരുന്നു. സെക്കൻഡ് ഇയർ ടോപ്പിക് ഒന്നും കണ്ടില്ലല്ലോ, പാർട്ട് 2ലേക്ക് കയറിയില്ലല്ലോ എന്ന് സത്യം പറഞ്ഞാൽ. അവസാന ഭാഗത്തേക്ക് എത്തിയപ്പോഴാണ് നമ്മൾ പാർട്ട് 2ലേക്കൊക്കെ വരുന്നത് തന്നെ. യൂണിറ്റ് 6 ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അരീൻസ് അല്ലേ? ബുക്കിലെ സെക്കൻഡ് പാർട്ട് എടുക്ക്, സെക്കൻഡ് ഇയറിൻ്റെ സെക്കൻഡ് പാർട്ട് എടുക്ക്. ആദ്യത്തെ ചാപ്റ്ററിലെ ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അരീൻസ് അല്ലേ? ചില സ്കൂളിലൊക്കെ വെക്കേഷൻ സമയത്തെ പഠിപ്പിച്ചിട്ടുണ്ടാവും ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അരീൻസ്. ഓക്കെ, ചാപ്റ്റർ എടുത്തോ? നമ്മുടെ ചോദ്യം ഒന്ന് നോക്കിക്കേ. സോ വാട്ട് അബൌട്ട് ദിസ് ക്വസ്റ്റ്യൻ? ദ ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട്സ് ടുവാർഡ്സ് SN2 displacement reaction is. So you are very familiar with the mechanism SN1 and SN2. ഞാൻ വീണ്ടും നിങ്ങളെ പറഞ്ഞത് കൊളാക്കിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ പഠിച്ചാണ് സബ്സ്റ്റിറ്റ്യൂഷൻ ന്യൂക്ലിയോഫിലിക് യൂണിമോളിക്കുലാർ ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ന്യൂക്ലിയോഫിലിക് ബൈമോളിക്കുലാർ മെക്കാനിസം അല്ലേ? മക്കളെ, സിമ്പിൾ ക്വസ്റ്റ്യൻ, വെരി വെരി സിമ്പിൾ ക്വസ്റ്റ്യൻസ്. ഇതിനപ്പുറത്തേക്ക് ഇനി സിമ്പിൾ ആകാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി. സോ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ക്യാൻ യു റീകളക്ട് ദാറ്റ് ഓർഡർ? അതൊന്ന് റീകോൾ ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ. SN1ൻ്റെ ഓർഡറും നിങ്ങൾ പഠിച്ചതാണ്, SN2ൻ്റെ ഓർഡറും പഠിച്ചതാണ്. സിംപ്ലി ഐ എം ജസ്റ്റ് ആസ്കിങ് അബൌട്ട് ദ ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി. അതായത് ഹാലജൻ അറ്റാച്ച് ചെയ്ത കാർബൺ ആറ്റം ഏതാണെന്ന് നോക്കിയിട്ടല്ലേ നമ്മൾ റിയാക്ടിവിറ്റിയുടെ ഓർഡർ പറയുന്നത്. ആൽക്കൈൽ ഹാലൈഡ് നോക്കിയിട്ട് പറയൂ. ഒന്ന് ഓർക്കുന്നുണ്ടെങ്കിൽ ഒന്ന് വേഗം പറഞ്ഞേ. ഓർഡർ ഓഫ് ഞാൻ ടെക്സ്റ്റിൽ കാണിച്ചു തരാം, വെയിറ്റ് ചെയ്യേ. ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി ഏതാണ്? സോ SN2 റിയാക്ഷൻ ആണെങ്കിൽ അല്ലേ? സോ SN2 റിയാക്ഷൻസ് ആണെങ്കിൽ ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി എന്ത് വരുന്നുണ്ട്? ഏറ്റവും ഹയസ്റ്റ് പ്രൈമറിയിൽ, ദെൻ സെക്കൻഡറിയിൽ, ലീസ്റ്റ് എവിടെ വരും? ടെർഷറിയിൽ. ഓക്കെ, എന്നാൽ ഞാൻ ടെക്സ്റ്റിൽ കാണിച്ചു തരട്ടെ. ഓക്കെ, എന്നിട്ട് നമുക്ക് കോമ്പൗണ്ട് നോക്കാം. വെയിറ്റ് ചെയ്യ്, ടെക്സ്റ്റിൽ കാണിച്ചു തരാം. എല്ലാം ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആണ്. 6.7 കെമിക്കൽ റിയാക്ഷൻസ് എടുക്കും. ടെക്സ്റ്റിലെ 6.7 കെമിക്കൽ, പാർട്ട് 2 ആണ് 6.7 കെമിക്കൽ റിയാക്ഷൻസ് എടുത്തോ. അതിനകത്ത് 6.71 റിയാക്ഷൻസ് ഓഫ് ഹാലോ ആൽക്കെയിൻസ് എടുത്തോ. 6.71 റിയാക്ഷൻസ് ഓഫ് ഹാലോ ആൽക്കെയിൻസ്. നോക്കിക്കേ, ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് കണ്ടോ? ഒരു ഹെഡിങ്, ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ്. അതിനകത്തെ ഒരു റിയാക്ഷനാണ് A, സബ്സ്റ്റിറ്റ്യൂഷൻ ന്യൂക്ലിയോഫിലിക് ബൈമോളിക്കുലാർ SN2 എന്ന് എഴുതിയിരിക്കുന്നുണ്ടോ? A എന്ന് പറഞ്ഞ സബ് ഹെഡിങ്ങിൽ വരുന്നതാണ്. ഈ പിക്ചർ ഞാൻ അത് കഴിഞ്ഞ് വന്ന് പേജിൽ നിന്ന് എടുത്തത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി കണ്ടോ? പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ് ഹയസ്റ്റ്, ദെൻ സെക്കൻഡറി ആൽക്കൈൽ ഹാലൈഡ്, ടെർഷറി ആൽക്കൈൽ ഹാലൈഡ്. ലുക്ക് അറ്റ് ദ ഫിഗർ given here. So this is a primary alkyl halide having 3 hydrogen atom. So the nucleophile can be attacked from the back side and you will get a trigonal bipyramidal intermediate and the inversion of configuration like that. ഇതൊക്കെ നിങ്ങൾ പഠിച്ചതാണ്. സോ നമ്മൾ കമ്പയർ ചെയ്യണം എത്ര ടൈംസ് പോസിബിലിറ്റി ഉണ്ടോ? 30 നടിയിൽ എഴുതിയിട്ടുണ്ട്. രണ്ടാമത്തെ കേസിൽ കണ്ടോ, ഒരു മീഥൈൽ ഗ്രൂപ്പ് വന്നപ്പോഴത്തേക്ക് ഇത് സെക്കൻഡറി ആയി. അപ്പോൾ എന്താണ്, ഒരു ഈഥൈൽ ഹാലജൻ കോമ്പൗണ്ട് ആണ്. ഇത് മീഥൈൽ CH3X, രണ്ടാമത്തേത് CH3CH2X ആണ്. അപ്പോൾ അതിലൊരു മീഥൈൽ ഗ്രൂപ്പ് ഹാലജൻ അറ്റാച്ച് ചെയ്ത കാർബണിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത്തിരി ബൾക്കിനെസ് കൂടി അല്ലേ? അപ്പം 1 ടൈം മാത്രമേ, അതായത് ചാൻസസ് ടു റിയാക്ട് ആണ്. ഇതിപ്പം 30 ടൈം ഈസിലി റിയാക്ട് നടക്കും. പിന്നെ 1 ഇത് കണ്ടോ, ഐസോപ്രോപ്പൻ, ദാറ്റ് സെക്കൻഡറി ആയി. അപ്പോൾ അത് 2 ബൾക്കി മീഥൈൽ ഗ്രൂപ്പ് വന്നു അല്ലേ? കണ്ടോ, അവർ വരച്ചു വെച്ചിരിക്കുന്നുണ്ട്. ഞാൻ വരച്ചതല്ല, ടെക്സ്റ്റിലെ ഫിഗറാണ്. 0.02 ടെർഷറി ആയപ്പോൾ 3 ബൾക്കി ഗ്രൂപ്പ് വന്നു. ദ ന്യൂക്ലിയോഫൈൽ കനോട്ട് അറ്റാക്ക് ഫ്രം ദ ബാക്ക് സൈഡ് അല്ലേ? സോ ഇതുണ്ടോ തന്നിരിക്കുന്നത് ടെക്സ്റ്റൈലാണ്, സ്റ്റെറിക് ഇഫക്റ്റ് ആണ്. ഇത്രത്തോളം ഹിൻഡേർഡ് ആണ് ടെർഷറി ആൽക്കൈൽ ഹാലൈഡ് എന്ന് കണ്ടോ.
സോ മോർ ഹിൻഡേർഡ് ആണ്. അപ്പം ബാക്ക് സൈഡ് അറ്റാക്ക് ഓഫ് ദ ന്യൂക്ലിയോഫൈൽ ഈസ് നോട്ട് അറ്റ് ഓൾ പോസിബിൾ ആണ് അല്ലേ. ഏറ്റവും ഈസി ആയിട്ട് നടക്കുന്ന മീഥൈൽ ഹാലൈഡുകൾക്കകത്താണ്. ഇത് മനസ്സിൽ വെച്ചിട്ട് അപ്പോൾ ഏറ്റവും ഈസി ആയിട്ട് നടക്കുന്ന പ്രൈമറി ആൽക്കൈൽ ഹാലൈഡിൽ, പിന്നെ സെക്കൻഡറി ആൽക്കൈൽ ഹാലൈഡ്, പിന്നെ ടെർഷ്യറി ആൽക്കൈൽ ഹാലൈഡ്. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയാലോ. തന്നിരിക്കുന്നത് എന്താന്ന് വായോ, നമുക്ക് ചെയ്യാം. സോ ദ ഫസ്റ്റ് വൺ ഈസ് 2-bromo 2-methyl-butane. പടം ഒന്ന് വരച്ചേടാം. 2-bromo 2-methyl-butane. നിങ്ങൾ വരയ്ക്കൂ, ഞാൻ വരയ്ക്കുന്ന കൂട്ടത്തിൽ നിങ്ങളും കൂടെ വരയ്ക്കൂ. 2-bromo 2-methyl-butane. ഇതാ സെക്കൻഡ് കാർബൺ ആറ്റത്തിലെ ബ്രോമോ, സെക്കൻഡ് കാർബൺ ആറ്റത്തിൽ മീഥൈൽ. 2-bromo 2-methyl-butane. 2-bromo 2-methyl-butane. This is a tertiary ആണോ. So the halogen is attached to a tertiary carbon atom, tertiary alkyl halide. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരു ടെർഷ്യറി ആണ്. സെക്കൻഡ് വൺ ഒന്ന് വരച്ച് നോക്കട്ടെ. 1-bromo pentane CH3 CH2 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 Br അല്ലേ. 5 കാർബൺ വന്നില്ലേ, 1 2 3 4 5. സോ ദിസ് ഇസ് എ പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ് അല്ലേ. ഇത് പ്രൈമറി ആണ്. ഉണ്ടോ, പ്രൈമറി കാർബണിലാണ് ബ്രോമിൻ വന്നിരിക്കുന്നത്, പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ്. ഇനി തേർഡ് വൺ ഏതിലാണാവോ വന്നിരിക്കുന്നത് നോക്കിക്കേ. തേർഡ് വണ്ണ് 2-bromo pentane CH3 CH ഇവിടെ കൊടുക്കുക അല്ലേ, CHBr സെക്കൻഡ് കാർബൺ അല്ലേ, CH2 CH2 CH3 5 വന്നില്ലേ, 1 2 3 4 5 അല്ലേ. ഇനി തേർഡ് വൺ ഏതാണ്, 2-bromo pentane സെക്കൻഡറി അല്ലേ, സെക്കൻഡറി ആൽക്കൈൽ ഹാലൈഡ്. ഇതൊരു സെക്കൻഡറി കാർബൺ ആണ് ഉണ്ടോ, സെക്കൻഡറി ആൽക്കൈൽ ഹാലൈഡ്. അപ്പം നമ്മൾ പഠിച്ച ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി ഈസി ആയിട്ട് നടക്കുന്നത് പ്രൈമറിയിലാണ്. അപ്പോൾ ഏറ്റവും ആദ്യം 2 വരും അല്ലേ, 2. പിന്നെ ഏതാ വരിക, സെക്കൻഡറി 3 വരും, 3. ദെൻ ലാസ്റ്റ് 1 വരും. ഇതേതാ ആൻസർ നോക്കിക്കേ. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ ഉണ്ടോ. അതിൻ്റെ പ്രിലിമിനറി ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ 2 3 1 ഓപ്ഷൻ സി അല്ലേ വരിക ആണോ. സോ ക്യാൻ വി മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പോയാലോ, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, സോ നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 25 പോയാലോ, ചെയ്യാം. The IUPAC name of phenyl isopentyl ether is അല്ലേ. സെക്കൻഡ് ഇയറിൽ ആൽക്കഹോൾ, ഫിനോൾസ് ആൻഡ് ഈതർ ചാപ്റ്റർ 7 എടുക്കുമോ? നോമൻക്ലേച്ചർ ആണ്. വീണ്ടും നിങ്ങൾ ഓരോ ചാപ്റ്ററിലും ഓരോ ടൈപ്പ് ഓഫ് കോമ്പൗണ്ടുകളുടെ നോമൻക്ലേച്ചർ വീണ്ടും ഒന്ന് പഠിക്കുന്നില്ലേ. ഫസ്റ്റ് ഇയർ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, എന്നാലും ജസ്റ്റ് നമ്മളൊന്ന് ബ്രഷ് അപ്പ് ചെയ്ത് തരാറുണ്ട് ക്ലാസ്സുകളിലൊക്കെ. പഠിച്ചിട്ടില്ലേ? ഓക്കെ, 7th ചാപ്റ്ററിൽ ആൽക്കഹോൾ, ഫിനോൾസ് ആൻഡ് ഈതേഴ്സിൽ ഈ കോമ്പൗണ്ട് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ ചാപ്റ്ററിൻ്റെ പേര് വെച്ച് കൃത്യമായിട്ട് നിങ്ങളോട് പറയുന്നത്. കോമ്പൗണ്ട് നമുക്ക് ഫിനൈൽ ഐസോപെൻറ്റൈൽ ഈതർ അല്ലേ. ഇതൊരു കോമൺ നെയിമാണ്, ഫിനൈൽ ഐസോപെൻറ്റൈൽ ഈതർ എന്ന് പറഞ്ഞാൽ. അതിൻ്റെ IUPAC നെയിമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഞാൻ ടെക്സ്റ്റിൽ ഇത് കാണിച്ചു തരാം, നമുക്കൊന്ന് ട്രൈ ചെയ്യാം വരയ്ക്കാനായിട്ട്. ഒന്ന് ട്രൈ ചെയ്താലോ. എടാ കുഞ്ഞുങ്ങളെ, ഫിനൈൽ ഗ്രൂപ്പ് ഏതാടാ? ഫിനൈൽ ഗ്രൂപ്പ് C6H5 ഗ്രൂപ്പ് അല്ലേ ഫിനൈൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇതാണ് ഫിനൈൽ ഗ്രൂപ്പ്. ഇനി ഐസോപെൻറ്റൈൽ ഗ്രൂപ്പ് ഏതാണ്? ഐസോപെൻറ്റൈൽ ഗ്രൂപ്പ് CH3 CH CH3 ഇതിൽ ഐസോ വരുന്നത് അല്ലേ, CH2 CH3 ഇതാണ്, സോറി CH2 അല്ലേ, CH2 ഇതാണ് ഐസോപെൻറ്റൈൽ ഗ്രൂപ്പ്. 1 2 3 4 5 ഉണ്ടോ, ഐസോപെൻറ്റൈൽ ഗ്രൂപ്പ്. ആ രണ്ടറ്റവും കൂടെ കണക്ട് ചെയ്യിച്ചാൽ മതി, ആൻസറായി ഫിനൈൽ ഐസോപെൻറ്റൈൽ ഈതർ. ഇതാണ് ഫിനൈൽ ഗ്രൂപ്പ്. C6H5 എന്ന് പറഞ്ഞ ഇതാണ് ഫിനൈൽ ഗ്രൂപ്പ്. ദേ നടുക്ക് ഈതറും ഓക്സിജനെ കൂടെ അല്ലേ ലിങ്കേജ് വരുന്നത് അല്ലേ. ഫിനൈൽ ഐസോപെൻറ്റൈൽ ഈതറിൻ്റെ IUPAC നെയിമാണ് ചോദിച്ചിരിക്കുന്നത്. റൈറ്റ് സൈഡ് ഇങ്ങോട്ട് കണക്ട് ചെയ്യൂ. CH2 CH CH3 CH3. So we can put a number from here 1 2 3 4. അപ്പം എൻ്റെ പേരെന്ത് വരും? ഇവിടെ 4 കാർബൺ ആറ്റമേ ഉള്ളൂ, ഇങ്ങോട്ട് 1 ബ്രാഞ്ചിലുമാണ്, മൊത്തം 5. ഇവിടെ 6 കാർബൺ ആറ്റം ഉണ്ട്. അപ്പം ബെൻസീൻ റിങ്ങിനാണ് പ്രിഫറൻസ് വരുന്നത് അല്ലേ. അപ്പോൾ ഈ ഈതറിൻ്റെ പേര് നമുക്ക് എന്ത് എഴുതാം? 3-methyl അല്ലേ, തേർഡ് കാർബൺ ആറ്റത്തിലെ മീഥൈൽ, 3-methyl ബ്യൂട്ടോക്സി ബെൻസീൻ. 3-methyl ബ്യൂട്ടോക്സി ബെൻസീൻ. ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞില്ലേ ടെക്സ്റ്റ് ബുക്കിൽ? ഒന്ന് നോക്കിക്കേ എവിടെ ടെക്സ്റ്റിൽ വരുന്നതെന്ന്. ടേബിൾ നമ്പർ 7.2. കോമൺ ആൻഡ് IUPAC നെയിംസ് ഓഫ് സം ഈതേഴ്സ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. എടുത്തേ ടെക്സ്റ്റ് ബുക്കിൽ എടുത്തോ. ടേബിൾ നമ്പർ 7.2
കോമ്പൗണ്ട്, കോമൺ നെയിം, IUPAC നെയിം ഇതേ കിടക്കുന്നു. ഫിനൈൽ ഐസോപെൻറ്റൈൽ ഈതർ 3-methyl butoxy benzene. C6H5O, CH2, CH2, CH, CH3, CH3. So it is 3-methyl butoxy benzene. കണ്ടോ? കോമ്പൗണ്ട് ഉണ്ടോ? മാർക്ക് ചെയ്ത് വെച്ചോ? സോ ടേബിൾ നമ്പർ 7.2. അപ്പൊ നമുക്ക് അതിന്റെ ആൻസർ മാർക്ക് ചെയ്താലോ? 3-methyl butoxy benzene. ശരിയല്ലേ? 3-methyl butoxy benzene. ഓക്കെ? പഠിച്ചു മടുത്തോ നിങ്ങള്? അങ്ങനെ ഒരു തോന്നൽ വന്നോ? ഇല്ലടാ, നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ. നമ്മൾ ഏറ്റവും ബെസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കേണ്ടത് അല്ലേ? അപ്പോൾ ലൈഫിലെ ഏറ്റവും ബെസ്റ്റിന് വേണ്ടിയിട്ട് ഇത്തിരി സ്ട്രഗിളൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. ഓക്കെ? അപ്പം ചെറിയ ചെറിയ സ്ട്രഗിളുകൾ വലിയ വലിയ നേട്ടത്തിലേക്കാണ് അത് പോകുന്നത്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് കിട്ടണ്ടേ? ലൈഫിൻ്റെ ഏറ്റവും ബെസ്റ്റ് നിങ്ങൾക്ക് കിട്ടട്ടെ. അപ്പോൾ നിങ്ങൾ കുറച്ച് കഷ്ടപ്പെട്ട് പതുക്കെ രാവിലെ അല്പം നേരത്തെ എണീറ്റ് തുടങ്ങുക, ഇരുന്ന് പഠിച്ചു തുടങ്ങുക, ദിവസം ഒരു 10-15 ക്വസ്റ്റ്യൻസ് വീതം ചെയ്ത് തുടങ്ങുക. ഓരോ സബ്ജക്റ്റിനും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്താൽ മതി. എല്ലാ ടോപ്പിക്കിൽ നിന്നും അത് ടച്ച് ചെയ്ത് പോകുന്നുണ്ട്. ഒന്ന് തനിയെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ സ്റ്റേറ്റ് ബോർഡ് പഠിക്കുന്നവരെ കാൽക്കുലേറ്ററൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് കാൽക്കുലേഷൻസ് ചെയ്യാൻ ശ്രമിക്കുക. സ്പീഡ് ഉണ്ടാക്കുക. ഓക്കെ? അപ്പം നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും എന്താ പറയുക, ഞങ്ങളെപ്പോലുള്ളവർ പഠിപ്പിച്ചു തരാൻ റെഡിയാണ്. നിങ്ങൾ അപ്രോച്ച് ചെയ്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ നമുക്ക് എന്താ വേണ്ടത്? ഏറ്റവും ടോപ്പ് കോളേജിലേക്ക് നമുക്ക് എത്തണം വേണ്ടേ? അതിന് നമ്മൾ നന്നായിട്ടൊന്ന് പഠിക്കണ്ടേ അല്ലേ? ഓക്കെ? അപ്പം നമ്മൾ നമ്മുടെ ആ കംഫർട്ട് സോണിൽ നിന്നൊന്ന് പുറത്തേക്ക് വാ. ഒന്ന് അല്പം സ്ട്രഗിൾ ചെയ്യാൻ നിങ്ങൾ റെഡിയാകുക. നന്നായി പഠിക്കാൻ റെഡിയാകുക. അപ്പോൾ നമുക്കെല്ലാം അതിങ്ങനെ തനിയെ വന്നോളും കേട്ടോ. ഓക്കെ? ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞ പോലെ, അതായത് എനിക്ക് വിഷമോ സങ്കടമാണ് പ്രശ്നങ്ങളാണെന്ന് വിചാരിച്ചിരുന്ന ജീവിതത്തിൽ എന്നും പ്രശ്നങ്ങളേ ഉണ്ടാവുള്ളൂ. പ്രശ്നങ്ങളില്ലാത്തവരാരുമില്ല. അതൊക്കെ വിട്ട് നമ്മൾ പഠിച്ച് നല്ല നിലയിൽ എത്താനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പം നമ്മളെന്താവും? മെൻ്റലി ഫിസിക്കലി ഒക്കെ ബ്രേവ് ആവും നമ്മൾ അല്ലേ? അപ്പോഴാണ് നമുക്ക് കോൺഫിഡൻസ് കൂടുന്നത്, നമ്മൾ മിടുക്കരാകുന്നത്, ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നത്. പിന്നെ ലൈഫ് മാറി അല്ലേ? ഓക്കെ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 26. Phenol on treatment with chloroform in presence of sodium hydroxide. A CHO group is introduced at the ortho position of benzene ring. The reaction is known as. ഇതേ സെൻറ്റൻസ് ടെക്സ്റ്റ് ബുക്കിൽ കിടപ്പുണ്ട്. സെയിം സെൻറ്റൻസ് ടെക്സ്റ്റ് ബുക്കിൽ കിടപ്പുണ്ട്. യൂണിറ്റ് 7 7th ചാപ്റ്ററിൽ ആൽക്കഹോൾ, ഫിനോൾസ് ആൻഡ് ഈതേഴ്സ്. എടുത്തു വെച്ചോ? എടുത്തില്ലേ? കാണിച്ചു തരട്ടെ? ഇനിയിപ്പോൾ ഇതിനകത്ത് റിയാക്ഷൻ്റെ പേരുണ്ട്. നിങ്ങൾക്ക് ആൻസർ മനസ്സിലാക്കി കാണും. ഫിനോളിനെ നമ്മൾ എന്ത് ചെയ്തു? ക്ലോറോഫോമിൻ്റെ പ്രസൻസിൽ NaOH വെച്ച് നമ്മൾ ട്രീറ്റ് ചെയ്തു. ഫിനോളിൻ്റെ ഓർത്തോ പൊസിഷനിൽ ഒരു CHO ഗ്രൂപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. എന്താണ്? കോമ്പൗണ്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. റിയാക്ഷൻ്റെ പേരാണ്. സംഭവം ഇത്രയേ ഉള്ളൂ. ഞാൻ വേണമെങ്കിൽ ഇവിടോട്ട് എഴുതാം. ഫിനോൾ എഴുതി. എന്നിട്ട് എന്താണ്? ഓൺ റിയാക്ഷൻ വിത്ത് CHCl3 ഇൻ പ്രസൻസ് ഓഫ് NaOH. ആസ് പെർ ദ ക്വസ്റ്റ്യൻ they says that the ortho position of this OH group, a CHO group is introduced. ഓർത്തോ ഹൈഡ്രോക്സി ബെൻസാൽഡിഹൈഡ് ഉണ്ടാവും, സാലിസിലാൽഡിഹൈഡ് അല്ലേ? ഈ റിയാക്ഷൻ്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. കിട്ടിയില്ല ആൻസർ? ഇല്ല, ഞാൻ എഴുതുന്നതിന് മുന്നേ വായിച്ച വഴി ആൻസർ കിട്ടിയില്ലേ? ഓക്കെ, ഇനി നമുക്ക് NCERT കൂടെ ഒന്ന് നോക്കാം. ഒരു മിനിറ്റ്, NCERT ഒന്ന് നോക്കിക്കേ. സോ റിയാക്ഷൻസ് ഓഫ് ഫിനോൾ എടുക്കാം. റിയാക്ഷൻസ് ഓഫ് ഫിനോൾ എടുത്തോ? കുറച്ച് മുന്നോട്ട് പാടാം, എന്നാലേ നമുക്കത് റിയാക്ഷൻസ് ഓഫ് ഫിനോൾ കാണാൻ പറ്റുള്ളൂ. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ മുന്നോട്ട് വരുമ്പോൾ നെയിം റിയാക്ഷൻ കണ്ടു കാണും. ദാ റെയ്മർ-ടൈമൻ റിയാക്ഷൻ നോക്കിയേ. റെയ്മർ-ടൈമൻ റിയാക്ഷൻ, റെയ്മർ-ടൈമൻ റിയാക്ഷൻ്റെ സെൻറ്റൻസ് നോക്കിയേ. ഉണ്ടോ? ദ റിയാക്ഷൻ ഈസ് റെയ്മർ-ടൈമൻ റിയാക്ഷൻ. ഞാൻ എഴുതുന്നതിന് മുന്നേ നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടോ? അതെനിക്ക് മനസ്സിലായി, നിങ്ങൾ മുഖം കണ്ടപ്പോഴേ പിടികിട്ടി. നോക്കൂ, on treating phenol with on treating same sentence phenol with the chloroform in presence of sodium hydroxide, a CHO group is introduced at the ortho position of benzene ring. This reaction is known as Raymer-Tiemann reaction. അല്ലേ? നോക്കിക്കേ, അതേ സെൻറ്റൻസ് സെയിം സെൻറ്റൻസ് കോട്ട് ചെയ്തിരിക്കുകയാണ്. ആണോ? ഉണ്ടോ? നിങ്ങളിത് വായിച്ചിട്ടുള്ളവർക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് പോകാനായിട്ട് പറ്റുന്നുണ്ട്. നോക്കൂ, ഫിനോൾ ഓൺ റിയാക്ഷൻ വിത്ത് ക്ലോറോഫോം ആൻഡ്
അക്വസ് സോഡിയം ഹൈഡ്രോക്സൈഡ്, ഒരു ബെൻസാൽ ക്ലോറൈഡ് ഉണ്ടാവും അല്ലെ. ഈ ഉണ്ടായിരിക്കുന്ന സാധനം CHCl2, ബെൻസൈൽ അല്ല ബെൻസാൽ ക്ലോറൈഡ് ആണ് ഉണ്ടായിരിക്കുന്നത്. എഴുതിയിട്ടുണ്ട്. ബെൻസാൽ ക്ലോറൈഡ് ഹൈഡ്രോലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് ഹൈഡ്രോലൈസ് ചെയ്യുമ്പം ആ പ്രൊഡക്റ്റ് അവിടെ എഴുതിയിട്ടുണ്ടാവില്ല മക്കളെ. ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. അക്വസ് NaOH കൊണ്ട് ട്രീറ്റ് ചെയ്യുമ്പം ഇവിടെ ONA+, ഇവിടെ CHOH വരും അല്ലേ. ഇതൊരു ജെം ഡയോൾ അല്ലേടാ അല്ലെ, ഒരു ജെം ഡയോൾ ആണ്. ജെം ഡയോൾ അൺസ്റ്റേബിൾ അല്ലേ. ഒരു മോളിക്യൂൾ വാട്ടർ എലിമിനേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എന്ത് വരുന്നുണ്ട്, ഇതാണ് പ്രൊഡക്റ്റ് വരിക ഉണ്ടോ. എന്നിട്ട് അസിഡിഫൈ ചെയ്താൽ മതി, Naയോടുന്ന് മാറി OH വരിക ചെയ്യുന്നത് അല്ലേ. ഇന്റർമീഡിയറ്റ് ആണ് ബെൻസാൽ ക്ലോറൈഡ് എന്ന് പറഞ്ഞ കോമ്പൗണ്ട് ഉണ്ടോ. ഓക്കെ, സാലിസിലാൽഡിഹൈഡ് അല്ലെ, ഞാൻ പറഞ്ഞില്ലേ. എടാ പിള്ളേരെ, എടാ ഇതൊരു ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. ഇലക്ട്രോഫൈൽ ആരാടാ? ആരാ ഇലക്ട്രോഫൈല്? പറ. ഡൈക്ലോറോ, ശരിയാണ്, ഡൈക്ലോറോ കാർബീൻ അല്ലേ. ഡൈക്ലോറോ കാർബീൻ CCl2 അല്ലയോ. ഓക്കെ, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. So the electrophile in this reaction is dichlorocarbene. Raymond reaction intermediate അല്ലേ. കേട്ടിട്ടില്ലാത്തവരാണെങ്കിൽ പോലും ഈ കോമ്പൗണ്ട് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം. CCl2 ഡൈക്ലോറോ കാർബീൻ എന്നാണ് പറഞ്ഞത്. കാർബീൻ കേട്ടോ, കാർബീൻ. ഓക്കെ, ഇതൊക്കെ പഠിക്കണമെന്ന് തോന്നുന്നില്ലേ? ഞാൻ ഇതൊക്കെ പറയുമ്പോൾ കേട്ടിട്ടില്ലാത്ത പല കാര്യങ്ങളും കണ്ടു പഠിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? ആയോ ഇങ്ങോട്ട്, നമുക്കെല്ലാം പഠിക്കാം കേട്ടോ. ഓക്കെ, നിങ്ങൾ ഏറ്റവും കോൺഫിഡൻസോടുകൂടി പരിശോധനയിൽ എത്തിക്കുന്ന കാര്യം നമ്മുടെ ടീം ഏറ്റെടുത്തു കഴിഞ്ഞു. പോന്നോളൂ ഇങ്ങോട്ട് കേട്ടോ. സോ ഇവിടെ നോക്കിയേ. സോ ദ ഇലക്ട്രോഫൈൽ ഈസ് ഡൈക്ലോറോ കാർബീൻ. സെറ്റായോ? ഓക്കെ ആയോ? ക്ലിയർ. അപ്പൊ നമുക്ക് ഇതിന്റെ പ്രീവിയസ് ഇതിലേക്ക് ഒന്ന് പോയാലോ, സ്ലൈഡിലേക്ക് നോക്കൂ. കോൾബ് റിയാക്ഷൻ ഞാൻ ഡിസ്കസ് ചെയ്തു തന്നു. ഇനി ഗട്ടർമാൻ കൊച്ച് റിയാക്ഷൻ, ഇത് ആൽഡിഹൈഡ് കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡിലാണ് വരുന്നത്. അത് ഞാൻ ഒരു മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. സ്റ്റീഫൻ റിയാക്ഷനും ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. സാൻമേയസ് റിയാക്ഷൻ ഈ ചാപ്റ്ററിലല്ലേ. ഇത് രണ്ടും നിങ്ങളൊന്ന് ഹോൾഡ് ചെയ്യ്. ഇനി വരുന്ന ക്വസ്റ്റ്യനകത്ത് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അതിൻ്റെ അടുത്ത് വരുന്നതാണ് ഗാട്ടർമാൻ റിയാക്ഷനും സ്റ്റീഫൻസ് റിയാക്ഷനും. അത് ഞാൻ അവിടെ കാണിച്ചു തരാം, അപ്പം നോക്കിയാൽ മതി. ഓക്കെ, പിന്നെ എല്ലാ പേജും മറിച്ച് പോകണ്ടേ, വേണ്ട. സാൻമേയസ് റിയാക്ഷൻ എന്താണ്? ഡൈസോണിയം സോൾട്ടിനെ നമ്മൾ ക്വിപ്രസ് ക്ലോറൈഡ് വെച്ച് ട്രീറ്റ് ചെയ്യുക ചെയ്യുന്നില്ല. HCl വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ ക്ലോറോബെൻസീനിൽ ക്വിപ്രസ് ബ്രോമൈഡ് HBr ആണെങ്കിൽ ബ്രോമോബെൻസീൻ ഉണ്ടാവും. സോ അതാണ് സാൻമേയസ് റിയാക്ഷൻ. ഹാലോ ആൽക്കൈൻസ് ആൻഡ് ഹാലോഅരീൻസിലല്ലേ പഠിച്ചത് അല്ലേ. ഓക്കെ, ഇത് രണ്ടെണ്ണം, അതായത് ഗാട്ടർമാൻ കൊച്ച് റിയാക്ഷനും സ്റ്റീഫൻസ് റിയാക്ഷനും ഞാൻ പറയാം. അത് സ്റ്റീഫൻസ് റിയാക്ഷൻ എന്താണ്? RC ട്രിപ്പിൾ ബോണ്ട് N നൈട്രൈൽസ് സ്റ്റാനസ് ക്ലോറൈഡും HCl ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ എന്തുണ്ടാവും? ഇമീൻ ഉണ്ടാവും. ഫോളോഡ് ബൈ ഹൈഡ്രോലൈസ് H3O+ അസിഡിക് മീഡിയത്തിൽ ചെയ്യുമ്പം ആൽഡിഹൈഡ് ഉണ്ടാവും അല്ലേ, സ്റ്റീഫൻസ് റിയാക്ഷൻ. ഇനി ഗാട്ടർമാൻ കൊച്ച് റിയാക്ഷനകത്ത് എന്താ പറയുന്നത്? ബെൻസീനോൺ റിയാക്ഷൻ വിത്ത് കാർബൺ മോണോക്സൈഡ് ആൻഡ് HCl ഇൻ പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡ് അല്ലെങ്കിൽ CuCl ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ എന്ത് വരുന്നുണ്ട്? കറസ്പോണ്ടിങ് ആൽഡിഹൈഡ് അല്ലേ. ഓക്കെ, അടുത്ത ചാപ്റ്ററിലാണ് വരിക. അപ്പൊ അടുത്ത ചാപ്റ്റർ മറിക്കുമ്പോൾ ഇത് കാണാമല്ലോ. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 27. ഓക്കെ, മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 27. ദാ നെക്സ്റ്റ് ചാപ്റ്റർ വന്നു കഴിഞ്ഞു. ഓക്കെ, അടുത്ത ചാപ്റ്റർ നിങ്ങൾ നോക്കിയാൽ മതി. അപ്പൊ ഞാൻ ഇത് കാണിച്ചു തരാം. ദാ ടോളുവിനോൺ ട്രീറ്റ്മെന്റ് വിത്ത് ക്രോമിക് ഓക്സൈഡ് ഇൻ പ്രസൻസ് ഓഫ് അസറ്റിക് അൺഹൈഡ്രൈഡ് അറ്റ് 273 to 283 Kelvin gives a compound X. Compound X on hydrolysis with aqueous acid gives compound Y. The compound X and Y are സംഭവം പിടികിട്ടിയോ? അതായത് ടോളുവിനോൺ ട്രീറ്റ്മെന്റ് വിത്ത് ക്രോമിക് ഓക്സൈഡ് CrO3. ഞാൻ ഇതിവിടെ എഴുതിയേക്കാം ടോളുവിൻ, നിങ്ങൾക്ക് ഇത് കണ്ടപ്പോഴേ പിടികിട്ടി. CrO3 അല്ലേ, CrO3 ക്രോമിക് ഓക്സൈഡ് ഇൻ പ്രസൻസ് ഓഫ് അസറ്റിക് അൺഹൈഡ്രൈഡ്. പിടിയിട്ടില്ലേ? ഞാൻ എഴുതി തുടങ്ങുന്നതിന് മുന്നേ നിങ്ങൾക്ക് മനസ്സിലായി, എനിക്ക് മനസ്സിലായി. ഓക്കെ, അസറ്റിക് അൺഹൈഡ്രൈഡ്. എന്നിട്ട് എന്ത് കിട്ടിയിട്ടുണ്ട്? ടെമ്പറേച്ചർ പറഞ്ഞിട്ടുണ്ടല്ലോ, 273 to 278 Kelvin. എക്സ് കിട്ടി കോമ്പൗണ്ട്. എക്സ് ഓൺ ഹൈഡ്രോളിസിസ് H3O+ എന്ത് വരുന്നുണ്ട്? Y കിട്ടിയിട്ടുണ്ട്. ഇതേതാണെന്നാണ് ചോദ്യം. പിടികിട്ടിയോ? ചാപ്റ്റർ എടുത്തില്ലേ? ആൽഡിഹൈഡ് കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ് എടുത്തിട്ടില്ലേ? എന്നാ നമുക്ക് ചാപ്റ്ററിലേക്ക് പോയാലോ? NCERT കാണിച്ചു തരട്ടെ, വായോ. പ്രിപ്പറേഷൻ ഓഫ് ആൽഡിഹൈഡ്സ് എടുക്കും. പ്രിപ്പറേഷൻ ഓഫ് ആൽഡിഹൈഡ്സ് എടുത്തോ? പ്രിപ്പറേഷൻ ഓഫ് ആൽഡിഹൈഡ്സ് എടുത്തില്ലേ? പ്രിപ്പറേഷൻ ഓഫ് ആൽഡിഹൈഡ്സ്. യൂസ് ഓഫ് ക്രോമിക് ഓക്സൈഡ് അതിലെ B.
8.22 ബി എടുക്കുക. 8.22 ബി എടുക്കുക. യൂസ് ഓഫ് ക്രോമിക് ഓക്സൈഡ് കണ്ടോ? ഇത് ഇവിടെ നോക്കിക്കേ. Toluene or substituted toluene is converted to benzylidene diacetate. ഉണ്ടോ? ഇതാണ് നമ്മുടെ എക്സ് എന്ന് പറഞ്ഞ കോമ്പൗണ്ട്, ബെൻസിലിഡീൻ ഡയാസെറ്റേറ്റ് അല്ലെ. എന്താ ബെൻസിലിഡീൻ ഡയാസെറ്റേറ്റ്? അസറ്റിക് ആസിഡിന്റെ പാർട്ടിലേ വന്നിരിക്കുന്നത്. അപ്പൊ നമ്മുടെ എക്സ് എന്ന് പറഞ്ഞ ഏതാണ് മക്കളെ? ബെൻസിലിഡീൻ ഡയാസെറ്റേറ്റ് അല്ലെ. എങ്ങനെയാ വരുന്നത്? CH കഴിഞ്ഞ് ബ്രാക്കറ്റിനകത്ത് O, C ഡബിൾ ബോണ്ടോ CH3 ട്വൈസ്. ഇതാണ് ബെൻസിലിഡീൻ ഡയാസെറ്റേറ്റ്. ആണോ നോക്കിക്കേ. CHOCO CH3 ട്വൈസ് ബെൻസിലിഡീൻ ഡയാസെറ്റേറ്റ്. ഇനി എന്ത് വന്നിട്ടുണ്ട്? ട്രീറ്റിംഗ് വിത്ത് ക്രോമിക് ഓക്സൈഡ് ഇൻ അസറ്റിക് അൺഹൈഡ്രേറ്റ് ഉണ്ടോ? പ്രൊഡക്റ്റ് ഇതാണ്. അതായത് ഒന്നുകിൽ ടൊളുവീൻ അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ടൊളുവീൻ ഓൺ റിയാക്ഷൻ വിത്ത് CrO3 ക്രോമിക് ഓക്സൈഡ് ആൻഡ് അസറ്റിക് അൺഹൈഡ്രൈഡ്. The initial product obtained is benzylidene diacetate. ഈ ഇന്റർമീഡിയറ്റിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് പ്രിവെന്റ് ഫർദർ ഓക്സിഡേഷൻ. അത് ആൽഡിഹൈഡിൽ സ്റ്റോപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഹൈഡ്രോളൈസ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ കേട്ടോ. പിന്നെ അങ്ങോട്ടൊന്നും നടക്കില്ല. ബെൻസിലിഡീൻ ഡയാസെറ്റേറ്റ് ഇറ്റ് ക്യാൻ ബി ഹൈഡ്രോളൈസ് ടു ബെൻസാൽഡിഹൈഡ്. ഇത് ഹൈഡ്രോളൈസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? ബെൻസാൽഡിഹൈഡ്. അപ്പൊ Y എന്താണ്? Benzaldehyde. Okay, so X is benzylidene diacetate and Y is benzaldehyde. Is it clear? Okay, option C le benzylidene diacetate and benzaldehyde. Okay ആണോ? ക്ലിയർ അല്ലേ? എടാ അതിന്റെ താഴത്തെ റിയാക്ഷൻ നോക്കിയേടാ. അതിനകത്ത് ഗാട്ടർമാൻ കോച്ച് റിയാക്ഷൻ അല്ലേ? ഇനി അതിൻ്റെ ഒരു അടുത്ത പ്രീവിയസ് എടുത്തേ. ലെഫ്റ്റിൻ്റെ അടുത്ത ലെഫ്റ്റ് സൈഡ് പ്രീവിയസ് പേജ് നോക്കിയാൽ മതി. അവിടെ നമുക്ക് സ്റ്റീഫൻസ് റിയാക്ഷനും കാണാം അല്ലേ? മുമ്പേ ഞാൻ അതുകൊണ്ടാണ് പറയാതിരുന്നത്. നിങ്ങൾ മറിച്ച് ബോറടിക്കേണ്ട. ഇപ്പം പറഞ്ഞ പേജിൻ്റെ താഴത്തെ റിയാക്ഷനകത്ത് നോക്കിയാൽ എന്ത് കാണാൻ പറ്റും? ഗാട്ടർമാൻ കോച്ച് റിയാക്ഷൻ. 2 പേജ് പുറകോട്ട് മറിച്ചാൽ സ്റ്റീഫൻസ് റിയാക്ഷനും കാണാം. കണ്ടില്ലേ? ഓക്കെ ആണോ? സെറ്റല്ലേ? അടുത്തതിലേക്ക് പോവാം. Moving to the next question. Question number 28. Okay. Felling reagent is a mixture of. CBSE-കാർ പ്രാക്ടിക്കലും കൂടി ചെയ്തിട്ടുള്ളതാണ്. ഫെല്ലിംഗ് റിയേജന്റ് വെച്ചിട്ട്. ഫെല്ലിംഗ് റിയേജന്റ് ഈസ് എ മിക്സ്ചർ ഓഫ് ആൽഡിഹൈഡ് കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ് ആണ്. കണ്ടതല്ലേ ഇവിടെ അല്ലേ? ഫെല്ലിംഗ് റിയേജന്റ് ഈസ് എ മിക്സ്ചർ ഓഫ്. പ്രാക്ടിക്കലി ചെയ്തവർ കണ്ടു കാണും. 2 കുപ്പിക്കകത്ത് വെച്ചിട്ടുണ്ടാവും ഫെല്ലിംഗ് എയും ഫെല്ലിംഗ് ബിയും. ഇത് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഒഴിക്കുന്നത്. ആണോ? കാണിച്ചു തരട്ടെ ടെക്സ്റ്റ് ബുക്കിൽ. വാ കമോൺ. ദെൻ കെമിക്കൽ റിയാക്ഷൻസ് എടുക്കൂ. 8.4 ആൽഡിഹൈഡ് കീറ്റോൺസിൻ്റെ കെമിക്കൽ റിയാക്ഷൻസ് എടുക്കൂ. 8.4 ഓക്സിഡേഷൻ ആണ്. ഓക്സിഡേഷൻ എടുത്തോ? ഓക്സിഡേഷൻ എന്ന് പറഞ്ഞ ഹെഡിങ് കഴിഞ്ഞ് കുറച്ച് താഴോട്ട് വാടാ. അപ്പോഴാണ് 2 എന്ന് പറഞ്ഞ നമ്പറിൽ കാണാം. ഓക്കെ, ഫെല്ലിംഗ് ടെസ്റ്റ് കാണാം. ഫെല്ലിംഗ് ടെസ്റ്റ്. ഓക്കെ, ഫെല്ലിംഗ് ടെസ്റ്റിനകത്ത് എന്താ പറഞ്ഞത്? ഫെല്ലിംഗ് റിയേജന്റ് കംപ്രൈസസ് അല്ലേ? ഫെല്ലിംഗ് റിയേജന്റ് കംപ്രൈസസ് ഞാൻ കാണിച്ചു തരാം. ഫെല്ലിംഗ് റിയേജന്റ് കംപ്രൈസസ് ഓഫ് 2 സൊല്യൂഷൻസ്, ഫെല്ലിംഗ് എ ആൻഡ് ഫെല്ലിംഗ് ബി. നോക്കൂ, ഞാൻ നിങ്ങളെ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ഞാൻ ആദ്യമേ പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാം NCERT കാണിച്ചു തരാമെന്ന്. ഓക്കെ, എനിക്ക് എൻ്റെ പ്രോമിസ് പാലിക്കാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നോക്കൂ, ഫെല്ലിംഗ് സൊല്യൂഷൻ ഈസ് എ കോമ്പിനേഷൻ ഓഫ് ഫെല്ലിംഗ് എ ആൻഡ് ഫെല്ലിംഗ് ബി. Felling A is aqueous copper sulfate and felling B is alkaline sodium potassium tartrate. It is also called Rochelle salt. അല്ലേ? അപ്പം ഫെല്ലിംഗ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് 2 സൊല്യൂഷൻസ് ആണ്. aqueous copper sulfate and Rochelle salt. അല്ലേ? Actually, what is Rochelle salt? Sodium potassium tartrate. ടാർട്ടാറിക് ആസിഡിൻ്റെ സോൾട്ട് ആണ്. ഈ കോപ്പർ 2+ ആണ് അവനെ സോലുബിൾ ആക്കി മീഡിയത്തിൽ നിർത്തുന്നത്. കേട്ടോ? കിട്ടിയോ? എന്നാ ആൻസർ മാർക്ക് ചെയ്ത് ഇവിടെ റിയാക്ഷൻ എഴുതിയിട്ടുണ്ട്. ആൽഡിഹൈഡ് കോപ്പർ 2+ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് കുപ്രസ് ഓക്സൈഡിന്റെ റെഡ് ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ് കിട്ടും. പ്രാക്ടിക്കലി ചെയ്തവർ കണ്ടു കാണും, ഇല്ലാത്തവർ ചിലപ്പോൾ റെക്കോർഡിൽ എഴുതിയിട്ടേ ഉണ്ടാവുള്ളൂ. കേട്ടോ? ഓക്കെ ആണോ? ഓക്കെ അല്ലേ? ഓക്കെ, എന്നാ പാടെ ആൻസർ മാർക്ക് ചെയ്യടാ. അതേ കിടക്കുന്നു ഓപ്ഷൻ ഡി അല്ലേ? അക്വസ് കോപ്പർ സൾഫേറ്റ് ആൻഡ് ആൽക്കലൈൻ സോഡിയം പൊട്ടാഷ്യം
ടാർട്രേറ്റ് അല്ലേ? അക്വസ് കോപ്പർ സൾഫേറ്റ് ആൻഡ് ആൽക്കലൈൻ സോഡിയം പൊട്ടാഷ്യം ടാർട്രേറ്റ്. ഇപ്പം ഈ ആൽക്കലൈൻ സോഡിയം പൊട്ടാഷ്യം ടാർട്രേറ്റിന് പകരം നിങ്ങൾക്ക് റോച്ചെല്ലെ സോൾട്ട് എന്ന് വന്നാൽ നിങ്ങളത് കൊടുക്കണം കേട്ടോ. ഇവിടെ തന്നെ എഴുതിയിരിക്കുന്നുണ്ടോ? അക്വസ് കോപ്പർ സൾഫേറ്റ് ആൻഡ് ആൽക്കലൈൻ സോഡിയം പൊട്ടാഷ്യം ടാർട്രേറ്റ് എന്ന് വന്നാൽ ചിലയിടത്ത് റോച്ചെല്ലെ എന്നുണ്ടാവും. ഒന്ന് നോക്കിയിട്ട് കൊടുക്കുക കേട്ടോ. ആൽഡിഹൈഡ് എന്താണ്, നമ്മൾ ആൽഡിഹൈഡിന് മാത്രമേ ടെസ്റ്റ് തരുള്ളൂ. സ്ട്രോങ്ലി ഹീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും റെഡ് കുപ്രസ് ഓക്സൈഡ് തരും. അരോമാറ്റിക് ആൽഡിഹൈഡ് തരികയില്ല. ഈ ചാപ്റ്ററിലല്ലേ? പിടികിട്ടിയോ? ഓക്കെ ആണോ? ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ക്വസ്റ്റ്യൻ നമ്പർ 29 അല്ലയോ? ഓക്കെ. സോ ബിഫോർ ഗോയിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 29, നിങ്ങളിപ്പം എന്താ, നിങ്ങളെ ബോർഡ് പേപ്പറിന് പ്രാക്ടിക്കലിനൊക്കെ വേണ്ടി നിങ്ങൾ നല്ല ബിസി ആയിരിക്കും അല്ലേ മക്കളെ? അപ്പം നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, എൻജിനീയറിങ്ങിന് പ്രിപ്പയർ ചെയ്യുന്നവർ ബോർഡ് പേപ്പർ നന്നായി പ്രസൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. കാരണം അതിൻ്റെ മാർക്ക് കൂടി ആഡ് ചെയ്ത് നമ്മൾ ലാസ്റ്റിൽ കൊടുക്കുന്നുണ്ട് കീമിലേക്ക് കേട്ടോ. നന്നായി കോൺസെൻട്രേറ്റ് ചെയ്യുക, നന്നായി എഴുതാൻ ശ്രമിക്കുക, കുറേ PYQ നല്ല ഭംഗിയായി പഠിക്കുക, ടെക്സ്റ്റുമായിട്ടൊരു ഫെമിലിയാരിറ്റി ഉണ്ടാക്കുക. ഓക്കെ. സോ അൾട്ടിമേറ്റ്ലി നിങ്ങൾ എന്താ പറയുക, ഏറ്റവും നല്ല മാർക്ക് വാങ്ങിക്കഴിയുമ്പം ഒരു പേരൻറ്റ് പ്രൗഡാവുന്ന മൊമെൻറ്റ് നിങ്ങൾക്ക് കാണാം റിസൾട്ട് വന്നു കഴിയുമ്പം. ഓക്കെ. അപ്പം നിങ്ങളുടെ പേരൻസിനെ പ്രൗഡാക്കുക. എല്ലാവർക്കും ഓടി നടന്ന് മിഠായി ലഡുവൊക്കെ കൊടുക്കണ്ടേ അല്ലേ? ഓക്കെ. ഞാനും ഒരു പേരൻ്റ് ആയതുകൊണ്ട് പറയുകയാണ്, പേരൻറ്റ് പ്രൗഡാകുന്നത്, ടീച്ചർ പ്രൗഡാകുന്നത് എപ്പോഴാണ്? നിങ്ങളിലൂടെയാണ് അല്ലേ? ഓക്കെ. സോ കം ബാക്ക് ടു ദ ക്വസ്റ്റ്യൻ നമ്പർ 29. സോ ക്വസ്റ്റ്യന് വന്നിരിക്കുന്നത് യൂണിറ്റ് 9 അമീൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിനകത്തു നിന്നാണ് വന്നിരിക്കുന്നത്. ദ ഓർഡർ ഓഫ് ബേസിക് സ്ട്രെങ്ത് ഓഫ് ദ ഫോളോയിങ് അമീൻസ്. അപ്പോൾ ഒരു ചോദ്യം വരും, ഇനി ഇതുണ്ടോ ബുക്കിനകത്ത്? ഉണ്ടല്ലോ, ബുക്കിനകത്തുണ്ട് മക്കളെ. ബേസിക് സ്ട്രെങ്ത് എങ്ങനെയാണ് പറയുന്നത്? KB വാല്യൂ അല്ലെങ്കിൽ PKB വാല്യൂ വെച്ചിട്ടാണ്. ഗ്രേറ്റർ ദ വാല്യൂ ഓഫ് KB ഓർ സ്മോളർ ദ വാല്യൂ ഓഫ് PKB, സ്ട്രോങ്ങർ ദ ബേസ്. ഞാൻ പറഞ്ഞു കേട്ടോ, KB കൂടുതലായിരിക്കണം അല്ലെങ്കിൽ PKB കുറവായിരിക്കണം, എന്നാൽ മാത്രമേ എന്ത് വരുള്ളൂ? നമ്മുടെ അമീൻ ബേസ് ആവുള്ളൂ അല്ല, ബേസിക് ആവുള്ളൂ. ബേസിക് സ്ട്രെങ്ത് പറയുന്നത് അങ്ങനെയാണ്. പിന്നെ നമ്മൾ അൽക്കൈൽ അമീൻസിൻ്റെ ബേസിക് സ്ട്രെങ്ത് പറയാനായിട്ട് 3 കാര്യങ്ങളുടെ ഇൻകോർപ്പറേഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്താണ്? സോൾവേഷൻ, സ്റ്റെറിക് സ്ട്രെയിൻ ആൻഡ് ഇൻഡക്റ്റീവ് ഇഫക്റ്റ്, എല്ലാം കൂടെ കമ്പൈൻഡ് ഇഫക്റ്റ് ആണ് നമ്മൾ പറയുന്നത്. അത് വെച്ചിട്ടാണ് അലിഫാറ്റിക് അമീൻസിൻ്റെ ബേസിക് സ്ട്രെങ്ത് പറയുക. പിന്നെ ആരോമാറ്റിക് അമീൻസിൻ്റെ കേസിൽ എന്താ കുഴപ്പം? ആരോമാറ്റിക് അമീൻസിനകത്ത് നൈട്രജനിൽ ലോൺ പെയർ അവിടെ അവൈലബിൾ ആകില്ല. അത് റിങ്ങിലേക്ക് വരുന്നത് കൊണ്ട് എന്തായിരിക്കും? H+ ആക്സെപ്റ്റ് ചെയ്യാനുള്ള കഴിവ് കുറയും. അതുകൊണ്ട് ആരോമാറ്റിക് അമീൻസ് അലിഫാറ്റിക്കിനെ കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്? ലെസ് ബേസിക് ആണ് അല്ലേ? സോ ദ അലിഫാറ്റിക് അമീൻസ് ആർ മോർ ബേസിക് ദാൻ ആരോമാറ്റിക് അമീൻസ് ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയേ, മെത്തനമീൻ തന്നിട്ടുണ്ട്, N-ഈഥൈൽ എത്തനമീൻ തന്നിട്ടുണ്ട്, അനിലിൻ തന്നിട്ടുണ്ട്, സോ N-മീഥൈൽ അനിലിനും തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഇവനൊരു ആരോമാറ്റിക് അമീനാണ്, ഇവനൊരു ആരോമാറ്റിക് അമീനാണ്. അപ്പം ഞാൻ ആദ്യം ഇത് ചെയ്യാമേ, എന്നിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇതെന്താ സംഭവം എന്നുള്ളത്. ഇതിനകത്ത് ഇതൊരു സെക്കൻഡറി അമീനാണ്, ഇതൊരു പ്രൈമറി അമീനാണ്. ഞാൻ ഇത്തിരി മുമ്പ് പറഞ്ഞൊരു സെൻറ്റൻസ് നിങ്ങൾ കേട്ടോ, അലിഫാറ്റിക് അമീൻസ് ആർ മോർ ബേസിക് ദാൻ ആരോമാറ്റിക് അമീൻസ്. കാരണം ലോൺ പെയറിൻ്റെ അവൈലബിലിറ്റി നൈട്രജനെ വേണം. അവൈലബിലിറ്റി ഓഫ് ലോൺ പെയർ ഓൺ നൈട്രജൻ ആറ്റം ഇൻക്രീസസ്, ബേസിക് ക്യാരക്ടർ ഇൻക്രീസസ്. അപ്പം വെൻ യു കമ്പയർ അലിഫാറ്റിക് ആൻഡ് ആരോമാറ്റിക് അമീൻസ്, അലിഫാറ്റിക് അമീൻസിനകത്ത് എവിടെയും ലോൺ പെയർ പോകാനില്ല, അത് അവിടെ തന്നെ നിൽക്കും. അതുകൊണ്ട് അത് മോർ ബേസിക് ദാൻ ആരോമാറ്റിക് ആണ്. ആരോമാറ്റിക്കിനകത്ത് എന്താണ്? ആ +R ഇഫക്റ്റ് ഉള്ളത് കൊണ്ട് ഇലക്ട്രോൺ ഡെൻസിറ്റി താഴേക്ക് ഒഴുകും. അപ്പം നൈട്രജനിലെ ലോൺ പെയർ അവിടെ നിൽക്കില്ല. ഞാൻ ഈ മാർക്ക് ചെയ്ത 2 എണ്ണം ആരോമാറ്റിക് ആണ്. അപ്പം നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും, 1ഉം 2വിനെക്കാട്ടിലും ലെസ് ബേസിക് ആണ് ഇവന്മാർ രണ്ടും അല്ലേ? അപ്പം ഇതിനകത്ത് സെക്കൻഡറി അമീൻ അല്ലേ, എന്തൊക്കെ പറഞ്ഞാലും സെക്കൻഡറി അമീൻസ് ആർ മോർ ബേസിക്. അപ്പോൾ ആര് വരണം? 2 ആയിരിക്കണം മോർ ബേസിക്, പിന്നെ 1 വരും, പിന്നെ ഇയാൾ വരും 4th കൊണ്ട് ഒരു ബീതൽ ഗ്രൂപ്പ് ഇങ്ങോട്ട് ഡൊണേറ്റ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് 3 ലാസ്റ്റ് വരിക ചെയ്യുന്നത്. അപ്പോൾ ഹയസ്റ്റ് 2, ദെൻ നെക്സ്റ്റ് 1, 4, 3. ഓക്കെ. എൻ്റെ ആൻസർ ഞാൻ ഇയിലേക്ക് എത്തിയിട്ടുണ്ട്. നമുക്കത് അതാണോ എന്നൊന്ന് ചെക്ക് ചെയ്യാം. ഞാൻ NCERT കാണിച്ചില്ല എന്നൊരു വിഷമം വേണ്ട, അതേ ഇവിടെ നോക്കിക്കോ. ഇവിടെ മക്കളെ ഇതുണ്ടോ? സോ നെയിം ഓഫ് അമീനും PKB വാല്യൂസും തന്നിട്ടുണ്ട്. PKB കുറയും തോറും സ്ട്രെങ്ത് കൂടും. ദേ മെത്തനമീൻ തന്നിട്ടില്ലേ 3.8, N-മീഥൈൽ മെത്തനമീൻ, ദെൻ N-ഈഥൈൽ എത്തനമീൻ ഇത് തന്നിട്ടുണ്ട്. പിന്നെ
ബെൻസീനമീൻ അല്ലെ, ബെൻസനമീൻ ആണ് നമ്മുടെ അനിലിൻ. പിന്നെ എൻ മീതൈൽ അല്ല, ഫിനൈൽ മെത്തനമീൻ അല്ലേ, അല്ലെ എൻ മീതൈൽ, ഫിനൈൽ അല്ലോ, എൻ മീതൈൽ അനിലിൻ. വാല്യൂ ഉണ്ടോ? അപ്പോൾ ഏറ്റവും സ്മോളസ്റ്റ് വാല്യൂ പി കെ ബി കുറയും തോറും സ്ട്രെങ്ത് കൂടും. ഏറ്റവും കുറവ് ആർക്കാണ്? എൻ മീതൈൽ എത്തനമീൻ 3.00. പിന്നെ എത്ര വരിക? 3.38. അടുത്തത് 9.30. ലാസ്റ്റ് എത്ര വരുന്നത്? 9.38 അല്ലേ, 9.38. ഇനി നിങ്ങളൊന്ന് നോക്കിക്കേ, ആൻസർ ഏതിലേക്ക് വരിക എന്നുള്ളത്. ആൻസർ ഏതിലേക്ക് വരിക നോക്കിയേ. മോസ്റ്റ് ബേസിക് എൻ മീതൈൽ എഥനമീൻ, നെക്സ്റ്റ് മെത്തനമീൻ, നെക്സ്റ്റ് വന്നിരിക്കുന്നത് എൻ മീതൈൽ അനിലിൻ, ലാസ്റ്റ് ബെൻസീനമീൻ അല്ലേ. നമുക്ക് ആൻസറിലേക്ക് പോകാം. ഇത് തന്നെയല്ലേ ഞാൻ പറഞ്ഞത്, തന്നെയല്ലേ ആൻസർ വരിക അല്ലേ. സോ ഏറ്റവും ഹയസ്റ്റ് വരുന്നത് ഇപ്പം ഈ C6H5NHന്റെ കേസിൽ ഈ മീതൈൽ ഗ്രൂപ്പ് ഇങ്ങോട്ട് ഡൊണേറ്റ് ചെയ്യാനുള്ളത് കൊണ്ടാണ് അതിൻ്റെ ബേസിക് ക്യാരക്ടർ കൂടുന്നത്. സംഭവം ക്ലിയർ ആയോ? ഓക്കെ ആണോ? ക്ലിയർ? ഓക്കെ. ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടെ ചെയ്യാനുള്ളൂ. ഞാൻ ഈ പരിപാടി ഇത് കഴിഞ്ഞ് വൈൻഡപ്പ് ചെയ്യും. ഓക്കെ, സോ മൂവിങ് ടു ദ 30th ക്വസ്റ്റ്യൻ. ദാ ബയോമോളിക്യൂൾസിനകത്തുനിന്ന്, ഇനി അതൊന്ന് ക്വസ്റ്റ്യൻ എടുത്തില്ല എന്നോർത്ത് ആർക്കും വിഷമം വരേണ്ട, ഒരു ക്വസ്റ്റ്യൻ അവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. ഓക്കെ, ബയോമോളിക്യൂൾസിലെ ക്വസ്റ്റ്യൻ ആണ്. ബയോളജിക്കാർക്ക് നല്ല എളുപ്പം ഉണ്ടാവും ബയോമോളിക്യൂൾസിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ. ഓക്കെ, ഒന്ന് നോക്കി ആൻസർ വേഗം കണ്ടുപിടിച്ചേ. ദ ഡിസീസ് കോസ്ഡ് ബൈ ദ ഡെഫിഷ്യൻസി ഓഫ് റിബോഫ്ലാവിൻ ഈസ്. ടെക്സ്റ്റിൽ ഒരു ബോക്സ് ഒക്കെ ഉണ്ടല്ലോ, കണ്ടിട്ടുള്ളവർക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാം. സോ 10th ചാപ്റ്റർ ആണ് ബയോമോളിക്യൂൾസ്. ഡിസീസ് കോസ്ഡ് ബൈ ദ ഡെഫിഷ്യൻസി ഓഫ് റിബോഫ്ലാവിൻ ഈസ്. ഞാൻ ഇൻസൈറ്റ് കാണിക്കണോ? ഏതായാലും കാണിച്ചു, ഇനി ഇതായിട്ട് കാണിക്കാണ്ടിരിക്കേണ്ട. ടേബിൾ നമ്പർ 10.3 റിബോഫ്ലാവിൻ ഏതാ? ദേ വൈറ്റമിൻ B2, ചെലിയോസിസ്. നമ്മുടെ ഇവിടെ കോർണർ ഫിഷറി എന്നാണ് കേട്ടോ. കോർണർ ആൻഡ് മൗത്ത് ആൻഡ് ലിപ്സ്, ഡൈജസ്റ്റീവ് ഡിസോർഡർ ആൻഡ് ബേണിംഗ് സെൻസേഷൻ ഓഫ് ദ സ്കിൻ. സോ വൈറ്റമിൻ B2, റിബോഫ്ലാവിൻ. ഇറ്റ് ക്ലിയർ? അപ്പോൾ നമുക്ക് ആൻസർ ഏതിലേക്ക് പോകാം? ചെലിയോസിസ്. ഓക്കെ, ചെലിയോസിസ്. എല്ലാ ക്വസ്റ്റ്യനും NCERT ബേസ്ഡ് ആയിട്ട് നമ്മൾ ചെയ്തില്ലേ? ഇല്ലേ? ഇത്രേ ഉള്ളൂ നമ്മുടെ കീം. വളരെ സിമ്പിളാണ്. സോ ദേ ആർ ടേക്കിംഗ് ക്വസ്റ്റ്യൻസ് ഫ്രം എന്താണ് NCERT ടെക്സ്റ്റ് ബുക്ക് ആൻഡ് ദേ ആർ കളക്ടിങ് സം എക്സാമ്പിൾസ് ആൻഡ് ദ സെൻറ്റൻസസ് ഫ്രം യുവർ ടെക്സ്റ്റ് ബുക്ക്. ഇത്രയൊക്കെ ഉള്ളൂ പഠിക്കാനായിട്ട് കേട്ടോ. ഒന്ന് ശ്രമിച്ചാൽ നമുക്ക് കിട്ടാനുള്ളതേ ഉള്ളൂ. അപ്പം ഞാൻ എപ്പോഴും എൻ്റെ ക്ലാസ്സുകളിലൊക്കെ കോട്ട് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് ഫെമിലിയർ അല്ലേ സച്ചിൻ ടെണ്ടുൽക്കറും അമിതാഭ് ബച്ചനും ഒക്കെ? രണ്ടുപേരെ അറിയാമല്ലോ മക്കളെ. നാളെ നിങ്ങളുടെ പേരിലൂടെ വേണം നിങ്ങളുടെ പേരൻസ് അറിയപ്പെടാനായിട്ട്. ഫോർ എക്സാമ്പിൾ, സച്ചിൻ ടെണ്ടുൽക്കർ ഒരു ക്രിക്കറ്ററാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛനെ കുറിച്ചാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. അദ്ദേഹം ഒരു മറാഠ കവിയാണ്. ഒരു മറാത്തിയല്ലേ അവർ, ഒരു മറാഠയിലെ കവിയാണ്. അതായത് രമേശ് ടെണ്ടുൽക്കർ എന്ന് പറഞ്ഞൊരു കവിയാണ്. രമേശ് ടെണ്ടുൽക്കറുടെ മകനാണെന്ന് പറഞ്ഞാൽ ആരും തിരിച്ചറിയില്ല. പകരം സച്ചിൻ ടെണ്ടുൽക്കറുടെ അച്ഛനാണെന്ന് പറഞ്ഞാൽ ലോകം തിരിച്ചറിയും, ഇല്ലേ? അതേപോലെ തന്നെ അമിതാഭ് ബച്ചൻ ഒക്കെ അറിയാം, നിങ്ങൾക്കറിയുന്ന ആളാണ് അമിതാഭ് ബച്ചൻ അല്ലേ? ലെജൻഡാണ് സിനിമയിൽ. മറ്റേ അദ്ദേഹവും സച്ചിനും ലെജൻഡ് തന്നെയാണ് അല്ലയോ? ഓക്കെ. അതേ സമയത്ത് അമിതാഭ് ബച്ചൻ്റെ അച്ഛനെ ഹിന്ദി പഠിക്കുന്ന കുട്ടികൾക്കെങ്കിലും അറിയുണ്ടാവും. അതായത് ഹരിവംശറായ് ബച്ചൻ എന്ന് പറഞ്ഞ ഒരു ഹിന്ദി പോയറ്റ് ഉണ്ട്. ഞാൻ പഠിച്ചിട്ടുള്ളതുകൊണ്ട് എനിക്കറിയാം ഹരിവംശറായ് ബച്ചൻ. അപ്പോൾ ഒരാൾ പറയും ഹരിവംശറായ് ബച്ചൻ്റെ മോൻ ആ സിനിമയ്ക്കകത്ത് അഭിനയിക്കുന്നത്, അതിപ്പോൾ ആരാണാവോ എന്നൊരു ചോദ്യം വരില്ലേ? പക്ഷേ അമിതാഭ് ബച്ചൻ്റെ അച്ഛനാണെന്ന് പറഞ്ഞാലോ എല്ലാവരും അറിയില്ലേ? ഇല്ലേ? നാളെ നിങ്ങളുടെ പേരിൽ വേണം നിങ്ങളുടെ പേരൻസ് അറിയപ്പെടാൻ. ശരിയല്ലേ? ദാ ഇന്ന കുട്ടി ഇന്ന സ്ഥലത്ത് വർക്ക് ചെയ്യുന്നു, അവൻ്റെ അച്ഛനാണ്, അവൻ്റെ അമ്മയാണ്, അല്ലയോ? പേരൻസിനെ പ്രൗഡാക്കണ്ടേടാ. ജീവിതത്തിലെ ഏറ്റവും നല്ല മൊമെൻ്റ് അതാണ് കേട്ടോ. ഓക്കെ, അപ്പം നന്നായി വർക്ക് ചെയ്യുക, നന്നായി പഠിക്കുക. ഓൾ ദ വെരി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു.